പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും കൂടിയാണ്. പലപ്പോഴും നമ്മുടെ പ്രദേശത്ത് കാണുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിയുടെയും അതേപോലെ മയക്കുമരുന്നിന്റെയും വ്യാപനത്തിനെതിരെയുള്ള പ്രതിഷേധവും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ അതെല്ലാം ഏതെങ്കിലും കൂട്ടായ്മയിലും അതുപോലെ തന്നെ ഏതെങ്കിലും മെഴുകുതിരി കത്തിച്ചുകൊണ്ടും മാത്രം അത് മറന്നുകൊണ്ട് ആ ഒരു ചടങ്ങിലേക്ക് മാത്രം മാറിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം മാറുകയാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇതിനെതിരെയുള്ള വ്യാപകമായ ക്യാമ്പയിൻ നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ സർക്കാർ സംവിധാനത്തിലൂടെ നേടുന്നുണ്ട്. അതെല്ലാം പിന്തുണയും പ്രവർത്തനത്തിലും നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണവും പ്രവർത്തനവും സഹായവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെൻട്രൽ സഖാവും കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ സഖാവ് കെ ഷാജിയെ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ചേർന്നിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരനും അതുപോലെ തന്നെ കാലടി സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ സുലിപി ഇളയിടമാണ്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് പി കെ സോമൻ, എം പി ശബ്ദഭദ്രൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇവിടെ ചേരും സഖാവ് നിതിൻ, അതുപോലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഈ ജനകീയ സദസ്സിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാണ് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CPM സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിക്ക് എതിരായുള്ള ജനകീയ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനായ ഡോക്ടർ സുൽഫി ലൈലത്തെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പല കോണുകളിലും ഇതിന് സമാനമായ സമ്മേളനങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട മറ്റ് നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ 1-2 മാസങ്ങളായി നടന്നു വരികയാണ്. ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദീർഘകാലം തുടരേണ്ട സ്ഥിതിയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. തൊട്ടുമുമ്പ് കോട്ടുപള്ളി ലോക്കൽ സെക്രട്ടറി സതീശൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന പരിപാടി, രാഷ്ട്രീയ വിശദീകരണം എന്നതിനപ്പുറം നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിനെ ആകമാനം ബാധിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇതിനെ തിരിച്ചറിയാനും ഇതിനെതിരായ സമരം ഉയർത്തിക്കൊണ്ടുവരാനും എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാധ്യതയുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, യുവജന സംഘടനകൾ, സമുദായ സംഘടനകൾ, സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്ന കൂട്ടായ്മകൾ, ഇവരെല്ലാം ചേർന്ന അത്യന്തം വിപുലമായ ഒരു പ്രവർത്തന ശൃംഖല വാസ്തവത്തിൽ ഇന്ന് മയക്കുമരുന്നിനെതിരായ സമരത്തിൽ ആവശ്യമുണ്ട്. പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ എക്സൈസ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ട് മാത്രമോ പിടിച്ചു കെട്ടാൻ പറ്റാത്ത മട്ടിൽ വളരെ വ്യാപകമായി വേരാഴ്ത്തിക്കഴിഞ്ഞ ഒന്നാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം. മയക്കുമരുന്ന് ആദ്യമായി പുറപ്പെടുന്നത് വന്നു ചേരുന്നത് ഇപ്പോഴാണ് എന്നൊന്നുമല്ല. ലഹരിയുടെയും മദ്യത്തിൻ്റെയും മറ്റു പലതിൻ്റെയും ഉപയോഗം നമ്മുടെ നാടിൻ്റെ ദീർഘകാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഏതാണ്ടൊരു 2 പതിറ്റാണ്ട് മുമ്പ് വരെ പൊതുവിൽ മയക്കുമരുന്ന് എന്ന നിലയിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത്, ലഹരി എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്നത് താരതമ്യേന അപകടം കുറഞ്ഞതും ലോകത്തെ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ കഞ്ചാവ്. ലോകത്തെ പല രാജ്യങ്ങളിലും നമ്മുടെ സിഗരറ്റ് പോലെയോ നമ്മുടെ അത്തരം മദ്യം പോലെയോ ഉപയോഗിക്കാൻ അനുവാദമുള്ള ഒന്നാണ് കഞ്ചാവ്. അത് ലഹരി വസ്തുവാണ് എന്നിരിക്കെ തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങൾ താരതമ്യേന പരിമിതമാണ് എന്നതുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും അത് അനുവദനീയമാണ്. ഇന്ത്യയിലാകട്ടെ, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും അത് കൈവശം വയ്ക്കുന്നതോ നട്ടു വളർത്തുന്നതോ വിൽപ്പന നടത്തുന്നതോ കുറ്റകരവുമാണ്. ഏത് നിലയിലായാലും ഒരാൾ വളരെ ഗുരുതരമായ അത്യന്തം വിനാശകരമായ രൂപത്തിൽ അപകടത്തിൽപ്പെട്ടു പോകാൻ സാധ്യതയില്ലാത്ത ഒന്ന് എന്ന നിലയിലാണ് അത്തരം ലഹരി വസ്തുക്കളൊക്കെ കണക്കാക്കപ്പെട്ടിരുന്നത്. മദ്യം ഉപയോഗിക്കുന്നവരിൽ ഒരു 4-5% പേരാണ് മദ്യത്തിന് അടിപ്പെട്ടു പോവുകയും അഡിക്റ്റഡ് എന്ന് വിളിക്കാവുന്ന മദ്യത്തിൻ്റെ ആസക്തിയിൽ പെട്ടുപോയൊരു രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ബാക്കി ഒരു 10-30% ആളുകൾ, അതേക്കുറിച്ചുള്ള കണക്കുകൾ പറയുന്നത് 5 മുതൽ 10% ആളുകൾ വരെ മദ്യലഹരിക്ക് അടിപ്പെടുകയും സാമ്പത്തികമായും ശാരീരികമായും ചിലരൊക്കെ മാനസികമായും രോഗാവസ്ഥയിലേക്കും ആതുരതയിലേക്കും ചെന്ന് വീഴുന്നു. 30% വരെ ഉള്ള ആളുകൾ സ്ഥിരം മദ്യപന്മാരായി മാറുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളോ രോഗാതുരതയോ അതുമൂലം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നില്ല. ബാക്കി ഒരു 50-60% ആളുകൾ ചിലപ്പോഴൊക്കെ മദ്യപിക്കുകയും അത് ഒരു ഗൗരവമേറിയ ഒരു സാമൂഹ്യ പ്രശ്നമോ വ്യക്തിപരമായ പ്രശ്നമോ ഒന്നും ആകാതെ അവരുടെ സ്വകാര്യ ജീവിത പരിസരങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഏതാണ്ട് ഇതേ നിലയിൽ തന്നെയാണ് മറ്റു തരം ലഹരികളുടെ ഉപയോഗവും കഴിഞ്ഞൊരു 4 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കൊണ്ട് ഇതിലുണ്ടായ വലിയ മാറ്റം, മദ്യത്തിൻ്റെ പുകവലിയുടെ ഉപയോഗം വലിയ തോതിൽ കുറഞ്ഞു എന്ന് നമുക്ക് കാണാം. പൊതുസ്ഥലങ്ങളിലെ പുകവലിയുടെ ഉപയോഗം ധാരാളമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ മദ്യപാനത്തിൻ്റെ അളവ് കൂടി, മദ്യപാനത്തിൻ്റെ അളവിനേക്കാൾ മാരകമായ നിലയിൽ രാസലഹരി എന്ന് വിളിക്കാവുന്ന സിന്തറ്റിക്കായ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഭീമാകാരമായ വ്യാപനം സംഭവിക്കുന്നു എന്നതാണ്. ഈ വ്യാപനത്തിന് ഇപ്പോൾ 2 തരം പ്രത്യേകതകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ഇക്കാലം വരെ ലഹരിയുടെ പിടിയിൽ പെടാതിരുന്ന അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറിയിട്ടേ ഇല്ലാതിരുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ ലഹരി വ്യാപനത്തിൻ്റെ, പ്രത്യേകിച്ചും രാസലഹരി വ്യാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. ഇരകൾ മാത്രമല്ല, ഇരകളായിരിക്കെ തന്നെ അതിൻ്റെ നടത്തിപ്പുകാരായി മാറുന്നതും ഈ വിദ്യാർത്ഥികളാണ്. അത് ഏതാണ്ട് ഹൈസ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. 1-2 തവണ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമുണ്ടാകുന്ന ആസക്തി പരിഹരിക്കുന്നതിന് വേണ്ടി, ലഹരിക്കുള്ള ആസക്തി പരിഹരിക്കുന്നതിന് വേണ്ടി ലഹരിയുടെ വിൽപ്പനക്കാരായി, അതിൻ്റെ വിപണന ശൃംഖലയിലെ പങ്കാളികളായി ഈ കുട്ടികൾ മാറിത്തീരുകയും ചെയ്യുന്നു. അങ്ങനെ രാസലഹരിയുടെ അടിമകളായി മാറുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ വിപണനത്തിൻ്റെ വക്താക്കളായും അതിൻ്റെ കൊറിയർമാരായും അത് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിൽപ്പെട്ട ആളുകളായിട്ടും കുട്ടികൾ മാറിത്തീരുന്നു. അതാകട്ടെ പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ഗുരുതരമായ നിലയിലാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഒട്ടുമേ ലഹരിക്ക് അടിപ്പെടില്ല എന്ന് നാം പ്രതീക്ഷിക്കുന്ന ജീവിതാവസ്ഥകളിലുള്ളവർ, ഒട്ടുമേ അരക്ഷിതത്വമില്ലാത്ത ജീവിത പശ്ചാത്തലത്തിൽ കഴിയുന്നവരായി നാം കണക്കാക്കുന്നവർ ഒക്കെ തന്നെ ഈ ലഹരിയുടെ ഭീമാകാരമായ വ്യാപനത്തിന് ഇരയായിട്ടുണ്ട്, അതിൻ്റെ നടത്തിപ്പുകാരായി മാറിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തിലെ 5 മുതൽ 10% വരെ
ഏത് ഘട്ടത്തിലും മയക്കുമരുന്നിൻ്റെയോ ലഹരിയുടെയോ ഉപയോഗത്തിന് അടിപ്പെടുമെന്നാണ് അതേക്കുറിച്ചുള്ള സാർവത്രികമായ ഒരു നിരീക്ഷണം. എന്നാൽ അതിൽ നിന്നൊക്കെ എത്രയോ ഭീമാകാരമായ അളവിലാണ് ലഹരി നമ്മുടെ പൊതുസമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ളത്. 100-ൽ 4-5 പേരെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ വിപത്ത് എന്നതിൽ നിന്ന് 100-ൽ 5-10 പേരെ ബാധിക്കുന്നത് എന്നതിൽ നിന്ന് വിമാകാരമായ തോതിലുള്ള വളർച്ച ഇന്ന് ലഹരിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഈ ലഹരിയുടെ ഉപയോഗം ആളുകളിലുണ്ടാക്കുന്ന പ്രതികരണ രീതികളാണ്. താൽക്കാലികമായ ഒരു ലഹരിയുടെ ഉണർവും അത് നൽകുന്ന അമിതാഹ്ലാദവും എന്നതിനെല്ലാം അപ്പുറം അങ്ങേയറ്റം അക്രമാസക്തമായ, അതിരുകളില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന, ഏത് തരത്തിലുള്ള ക്രൂരകൃത്യത്തിലേക്കും പെട്ടെന്ന് ആളുകളെ ഉണർത്തിക്കൊണ്ടുവരുന്ന, അങ്ങനെ ക്രിമിനൽ മെൻറ്റാലിറ്റിയെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒന്നായിട്ടാണ് നമ്മുടെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ആളുടെ ശരീരത്തെയോ സമ്പത്തിനെയോ ബാധിക്കുന്നു എന്നതിനപ്പുറം സമൂഹത്തിൽ വളരെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീരുന്നു. മുമ്പൊക്കെ എക്സൈസുകാരോ മറ്റാരെങ്കിലും ഒക്കെയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടികൂടുകയോ പോലീസിനെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവരതിന് കീഴ്പ്പെടുന്നതാണ് നാം മിക്കവാറും കാണുക. സമീപ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മയക്കുമരുന്നിനെതിരായ നിലപാടെടുക്കുന്നവരെ ആക്രമിക്കാനും കായികമായി അവരെ ഉപദ്രവിക്കാനും അവരെ കൊന്നൊടുക്കാനും വരെ തുനിഞ്ഞിറങ്ങുന്ന ലഹരി സംഘങ്ങൾ നാടിൻ്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അത് അവരുടെ സഹജമായ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് മാത്രമല്ല, ഈ ലഹരി അവരിൽ ഉളവാക്കുന്ന അതിതീവ്രമായ ഒരു ഊർജം പെട്ടെന്ന് ക്രിമിനൽ മനോനിലയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ സ്ഥിതി. ഇത് ക്രിമിനാലിറ്റി മാത്രമല്ല, ഒപ്പം തന്നെ സാമൂഹ്യ ജീർണതകൾ, മറ്റു തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, മറ്റു വീടുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കുമുള്ള അക്രമോത്സുകമായ കടന്നുകയറ്റങ്ങൾ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രികളിലൊക്കെ നമ്മുടെ റോഡുകളിലൂടെ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് രാത്രി മടങ്ങി വരുന്ന സമയത്ത് വളരെ സാധാരണമായി ഒരു 35-40 കിലോമീറ്റർ വേഗതയിൽ എൻ്റെ വണ്ടി വരുന്ന സമയത്ത് ഏതാണ്ട് 100 കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിലാണ് ഒരു ബൈക്ക് എൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വരികയും 1 സെക്കൻഡ് കൊണ്ട് നിന്നായം പോലെ എന്നെ തൊട്ടില്ല എന്ന നിലയ്ക്ക് അത് കടന്നു പോവുകയും ചെയ്യുന്നത്. അത് ആ നാളേക്കെല്ലാം അപ്പുറം ഒരു ഇരുണ്ട വഴിയിൽ വെച്ചിട്ടാണ്. ഇപ്പം ഞാനതൊക്കെ ഓർക്കുകയുണ്ടായി. വാസ്തവത്തിൽ നമ്മൾ എത്ര ശ്രദ്ധാപൂർവം ജീവിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ലാത്ത മട്ടിൽ ഈ ലഹരിക്ക് അടിപ്പെട്ട് അതിൻ്റെ പുറമെ അതിൻ്റെ മുകളിൽ വാഹനങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പാഞ്ഞു പോകുന്ന യുവാക്കളും ചെറുപ്പക്കാരുടെയും ഒക്കെ കുട്ടികളുടെയും ഒക്കെ. ഞാൻ ഇന്നലെ കണ്ട പയ്യൻ, അവന് മിക്കവാറും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ളൊരു പ്രായമായിട്ടില്ല എന്നാണ് ഒറ്റനോട്ടത്തിൽ എനിക്ക് തോന്നിയത്. ഒരു +2 നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. എത്ര ഭീമാകാരമായ രൂപത്തിലാണ് അവരൊക്കെ ഇതിന് വിധേയമായി തീരുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ വാഹനാപകടങ്ങളുടെ തോത് നമുക്കറിയാം. ഒരു വർഷം 5000-ഓളം പേരെങ്കിലും വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഉള്ളത്. അവിടെ ഇടങ്ങളിലായിട്ട് സംഭവിക്കുന്നു എന്നതുകൊണ്ട് ഇതിൻ്റെ വ്യാപ്തി പലപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് ബോധ്യമാവില്ല. 5000 പേർ മരണപ്പെടുന്ന ഒരപകടങ്ങളുടെ ലോകം ഒരു വർഷം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ വലിയൊരു സംഖ്യയാണ്. അപകടത്തിൽപ്പെടുന്നവർ മാത്രമല്ല, മരണപ്പെടുന്നവർ മാത്രമല്ല, അതിൻ്റെ 10-15 ഇരട്ടി ആളുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട്, ശയ്യാവലംബികളാകുന്നുണ്ട്, കുടുംബങ്ങൾ തകരുന്നുണ്ട്. അങ്ങനെ ഭീകരമായ ഒരു സ്ഥിതിവിശേഷം വാസ്തവത്തിൽ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. മയക്കുമരുന്ന് മാത്രമൊന്നുമല്ല. കേരളത്തിൽ ഏതാണ്ട് ഇപ്പോൾ 1,40,00,000-ലധികം വാഹനങ്ങളുണ്ട് എന്നാണ് കണക്ക്. 3.5 കോടി ആളുകൾ അതിൽ വാഹനം ഓടിക്കാൻ പറ്റുന്നവരായിട്ട് പ്രായമായവരെയും കുട്ടികളെയും ഒക്കെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് ഒരു 2.5 കോടിക്കോ 3 കോടിക്കോ ഇടയിൽ ആളുകൾ
വാഹനം ഓടിക്കാൻ കഴിയുന്നവരായിട്ട് കണക്കാക്കിയാൽ 2-ൽ ഒരാൾക്കൊരു വാഹനം എന്ന നിലയിൽ കേരളത്തിലെ വാഹനങ്ങളുണ്ട്. 1,45,00,000-ഓളം, 41,000 മുമ്പ് ഇപ്പോൾ കുറേ കൂടി കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഭീമാകാരമായി പെരുകുന്ന വാഹനങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന അത്രയും ഗതാഗത യോഗ്യമായ റോഡുകൾ നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ റോഡുകളിൽ തിരക്കേറുന്നുണ്ട്, വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് കേരളത്തിൽ പെരുകുന്ന വാഹനാപകടങ്ങളുടെ ഒരു കാരണം. പക്ഷെ അത്തരം അപകടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഉണ്ടായി വരുന്ന അപകടങ്ങളിൽ ഒരു പങ്ക്. അത് ഈ പറയുന്ന പോലെ ഒരു സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്റർ ഒക്കെ 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്ററിലധികം 1-2 കിലോമീറ്റർ താണ്ടിക്കിടക്കുന്ന ഭീകരമായ വേഗതയിൽ പാഞ്ഞു വരുന്ന ആളുകളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. നിമിഷാർദ്ധം കൊണ്ട് തന്നെ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ അവലംബികളായി മാറുകയോ ചെയ്യുന്ന സ്ഥിതി അവരിൽ വലിയൊരു വിഭാഗത്തിനുണ്ടാകുന്നു. അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള അപകടങ്ങൾ ഏതെങ്കിലും ചെറിയ നിലയിൽ അവസാനിക്കുന്നില്ല, മിക്കവാറും വളരെ ദീർഘകാലത്തെ കിടപ്പിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ എത്തിച്ചേരുന്ന നിലയിൽ അത് മാറിത്തീരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന അതിഭീമമായ ഒരു കള്ളപ്പണത്തിൻ്റെയും ഒരു ബ്ലാക്ക് മണി എന്ന് നമ്മൾ വിളിക്കുന്ന കണക്കില്ലാത്ത പണത്തിൻ്റെയും ഭീകരമായ കുത്തൊഴുക്കാണ്. പണത്തിൻ്റെ ക്രമരഹിതമായ ഉപയോഗം, വളരെ പെട്ടെന്ന് കൂടുതൽ പണം കൈവരുന്നു എന്ന സ്ഥിതി, പലർക്കും നൽകുന്ന അമിതമായ ഉത്സാഹം, ഇതെല്ലാം ചേർന്ന് ഒരു അധോതല സംഘത്തെ വളരെ പെട്ടെന്ന് ഈ മയക്കുമരുന്ന് വ്യാപാരം രൂപപ്പെടുത്തി ശക്തിപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധോതല സാമ്പത്തിക പ്രവർത്തനമായിട്ട് മയക്കുമരുന്ന് മാറിയിട്ടുണ്ട്. മുമ്പും വ്യാജമദ്യം നമുക്കറിയാം, നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അവിടെ തുടരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ തോതും തരവുമായൊന്നും താരതമ്യങ്ങളില്ലാത്ത മട്ടിലാണ് ഈ സാമ്പത്തികമായ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ഇത് ഇത്രമേൽ വ്യാപിക്കുന്നതും ഇത് നൽകുന്ന വലിയ സാമ്പത്തിക ലാഭത്തെ മുൻനിർത്തിയിട്ടാണ് ഇത് ഇത്രമേൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാ നിലകളിലും നമ്മുടെ സമൂഹത്തെ ആകമാനം ഗ്രസിച്ച ഒരു ക്യാൻസർ പോലെ നമ്മുടെ സാമൂഹ്യ ശരീരത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് ഈ മയക്കുമരുന്ന് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മുൻകാലങ്ങളിലെ ഒറ്റതിരിഞ്ഞ മയക്കുമരുന്ന് ഉപയോഗമോ അല്ലെങ്കിൽ മദ്യലഹരിയോ പോലുള്ള ഒന്നല്ല. സാമൂഹ്യ ശരീരത്തെ ആകമാനം ശിഥിലീകരിക്കുന്ന, സാമൂഹ്യ ശരീരത്തിൽ അരാജക പ്രവണതകൾ ഉണ്ടാക്കുന്ന, അക്രമോത്സുക വാസനകൾ ഉണ്ടാക്കുന്ന, വിദ്യാർത്ഥികളെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തി അവരെ ഇതിൻ്റെ അടിമകളാക്കി ഒപ്പം തന്നെ കച്ചവടക്കാരുമാക്കി മാറ്റുന്ന അധോതലത്തിലുള്ള ഒരു സാമ്പത്തിക ശൃംഖലയെ, ഒരു അധോതല മാഫിയയെ വളരെ ശക്തമായി കേരളത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമമേഖലകളിലും രൂപപ്പെടുത്തിയെടുക്കുന്ന മട്ടിലാണ് ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾക്കിടയ്ക്ക് മയക്കുമരുന്ന് വ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ചുരുക്കം ചിലരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ അവരുടെ സാമൂഹ്യ സാമ്പത്തിക മാനസിക സംഘർഷങ്ങളോ എന്ന നിലയിൽ അവസാനിച്ചിരുന്ന പഴയ കാലത്തിന് പകരം ഇന്നത് കേരളത്തെ വിഴുങ്ങുന്ന ഒരു ഭീമാകാരമായ വിപത്തായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്തിലെ ചില രാജ്യങ്ങളിലൊക്കെ ചരിത്രം നോക്കിയാൽ മയക്കുമരുന്ന് പ്രാരംഭഘട്ടത്തിൽ ഒരു സാമ്പത്തിക പ്രവൃത്തിയായി വേര് പിടിച്ചു തുടങ്ങി. പിന്നീട് ആ രാജ്യത്തെ ഭരണകൂടത്തെയും സൈനിക സംവിധാനങ്ങളെയും പോലീസിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പോകുന്ന അധോതല സംഘങ്ങളായി മയക്കുമരുന്ന് വ്യാപാരികൾ വളർന്നു വന്നതിൻ്റെ ചരിത്രം ലോകത്തെ പല രാജ്യങ്ങളിലുമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് അത്തരത്തിലുള്ള പല രാജ്യങ്ങളെയും കാണാനായിട്ട് കഴിയും. അവിടെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മാഫിയ സംഘങ്ങൾ ഭരണകൂടങ്ങളെ തന്നെ നിയന്ത്രിക്കാനോ മന്ത്രിമാരെ നിയന്ത്രിക്കാനോ അവരെ വധിക്കാനോ രാഷ്ട്രത്തിൻ്റെ നയപരിപാടികൾ രൂപീകരിക്കാനോ ഒക്കെ കഴിയുന്ന മട്ടിൽ സ്വാധീന ശക്തിയുള്ള ഒന്നായി മാറിത്തീർന്നിട്ടുണ്ട്. കാരണം 3 ഘടകങ്ങളിൽ ഒന്നിച്ചു ചേരും. 1 ഭീമാകാരമായ സമ്പത്ത്, 2 അധോതലത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും ഗുണ്ടാ സംഘങ്ങളുടെ വ്യാപനവും, 3 സാമൂഹികമായ ജീർണത.
ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ശരിയാണെന്ന് തോന്നുന്ന ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ചെറുക്കാൻ പറ്റാത്തൊരു സാമൂഹ്യ അന്തരീക്ഷം. ഇങ്ങനെ സാമൂഹ്യ രാജകത്വവും ക്രിമിനാലിറ്റിയും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അതോ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും കൈകോർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മയക്കുമരുന്നുകളുടെ വ്യാപനം വഴി ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ കാണേണ്ടത് വ്യക്തിപരമായി മയക്കുമരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്നതിന് പകരം നമ്മുടെ നാടിൻ്റെ സ്വാഭാവികമായ ജീവിതത്തെ നിലനിർത്താൻ നാം നടത്തുന്ന വലിയ പരിശ്രമം എന്ന നിലയിലാണ്. മറ്റെന്തെല്ലാം സംഘർഷങ്ങളും മറ്റെന്തെല്ലാം വൈരുദ്ധ്യങ്ങളും സാമൂഹ്യ ജീവിതത്തിലുണ്ടെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങളുണ്ടാവും, ചിലപ്പോൾ മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാവും, മറ്റ് പലതരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ സമൂഹത്തിലുണ്ടാവാമെങ്കിലും ആ അഭിപ്രായ ഭിന്നതകളെയൊക്കെ രൂപപ്പെടുത്തുന്നതിലും ആവിഷ്കരിക്കുന്നതിലും അതിൽ ഇടപെടുന്നതിലുമൊക്കെ മനുഷ്യർ തങ്ങളുടെ ചിന്താശേഷിയും യുക്തിബോധവും പൊതുവിൽ ഉപയോഗിക്കുന്നതായി കാണാൻ പറ്റും. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സ്ഥിതിയിലുള്ളത് ഇതൊന്നുമല്ല. അവിടെ യുക്തിബോധത്തിനോ സാമാന്യ വിവേകത്തിനോ കാര്യകാരണാടിസ്ഥാനത്തിലുള്ള ആലോചനകൾക്കോ യാതൊരു ഇടവുമില്ല എന്ന് മാത്രമല്ല, അതിന് വിപരീതമായ നിലയിലുള്ള കേവലമായ അക്രമത്തിൻ്റെ ഹിംസാത്മകതയുടെ ഗുണ്ടാപ്പണിയുടെ തലത്തിലേക്ക് സമൂഹം വളരെ പെട്ടെന്ന് നീങ്ങും. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് നാം ഏറ്റെടുക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാര്യ പരിപാടിയായിട്ടല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാത്രമല്ല, മറിച്ച് നമ്മുടെ മതസംഘടനകൾ, സമുദായ പ്രസ്ഥാനങ്ങൾ, യുവജന സംഘടനകൾ, അല്ലെങ്കിൽ NGO മൂവ്മെൻറ്റുകൾ, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഏറ്റവും കീഴ്ത്തട്ടിൽ തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു മാരകമായ വിപത്തായി ഇത് മാറിയിരിക്കുന്നു. ഒരു നിലയ്ക്ക് നോക്കിയാൽ ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിൻ്റെ രൂപപ്പെടലിന് കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾക്കിടയിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും വഴിവെച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. പൊതുവെ പറഞ്ഞാൽ വിദ്യാലയങ്ങളിലും പ്രത്യേകിച്ചും +2 വരെയുള്ള വിദ്യാലയങ്ങളിലും മറ്റുമൊക്കെ സംഘടനാപരമായ പ്രവർത്തനങ്ങളോ അതുമായി ബന്ധപ്പെട്ട ആലോചനകളോ ഒന്നും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ കോടതികളുടെയൊക്കെ ഇടപെടൽ വഴി നമ്മുടെ വിദ്യാലയങ്ങളിലും +2 വരെയുള്ള സംവിധാനങ്ങളിലുമൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്താൻ കഴിയാത്ത നിലയിലാണ് കാര്യങ്ങളുള്ളത്. പൊതുസമൂഹത്തിൽ തന്നെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കീഴ്ത്തട്ടിലേക്കുള്ള ഇടപെടൽ ശേഷി കുറയുകയും ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യക്ഷമായി നടത്തുന്ന കൂട്ടായ്മകളും ഒത്തുചേരലുകളും സമ്മേളനങ്ങളും എന്നതിനപ്പുറം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞ് ഇടപെടുന്ന മട്ടിലുള്ള ഒരു കീഴ്ത്തല രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ പൊതുസമൂഹത്തിൽ കുറേയൊക്കെ ദുർബലമായി തീർന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അങ്ങനെ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ പൊതുബോധത്തിലേക്കോ സാമൂഹ്യ ധാരണയിലേക്കോ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ, ഒത്തുചേരലുകൾ, പൊതുസമൂഹത്തെയും സാമൂഹ്യ ജീവിതത്തെയും കുറിച്ചവരെ ബോധ്യപ്പെടുത്തുന്ന ഇടപെടലുകൾക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞുപോയതോടെ വാസ്തവത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ കൂട്ടം ചേരലുകളുടെ പിന്നിലെ പ്രേരണ എന്താണ് എന്ന് പരിശോധിച്ചാൽ അത് പലപ്പോഴും സാമൂഹികമായ ഉത്കണ്ഠകളുള്ള ഒത്തുചേരലുകളല്ല എന്ന് കാണാൻ പറ്റും. ഞാനതെല്ലാം ക്രിമിനൽ കൂട്ടായ്മകളാണ് എന്ന് പറയല്ല. ഒരുപക്ഷെ ചില സുഹൃത്തുക്കൾ ചേർന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ചില സുഹൃത്തുക്കൾ ചേർന്ന് സിനിമ കാണാൻ പോകുന്നു, മറ്റു ചില സുഹൃത്തുക്കൾ ചേർന്ന് ഏതെങ്കിലും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അത്തരം കൂട്ടായ്മകളുണ്ട്. അതൊരു കുറ്റകരമായ കാര്യമാണ് എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതോടൊപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലഹരിയുടെ കൂട്ടായ്മകളുണ്ടാകുന്നു, ലഹരി വിപണിയുടെ നടത്തിപ്പുകാരായി മാറുന്ന ആളുകളുടെ ഒരു ശൃംഖല രൂപപ്പെടുന്നു. അത് ആ കലാലയത്തെ തന്നെ, ആ വിദ്യാലയത്തെ തന്നെ പതിയെ പതിയെ ലഹരിയുടെ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്യും. എന്നാൽ ഇതിനെ അകമേ ചെറുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വിദ്യാലയങ്ങളിലോ മറ്റ് ഇത്തരം സ്ഥാപനങ്ങളിലോ നിലവിലില്ലതാണ്. ഒരളവോളം വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നതിനും
പ്രേരണ നൽകിയിരുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതായതിൻ്റെ അനന്തരഫലം അത് ഒരു ഭാഗത്ത് നമ്മുടെ മറ്റ് കലാലയങ്ങളിലൊക്കെ മതജാതി സംഘടനകളുടെ വളർച്ചയാണെങ്കിൽ രണ്ടാമതൊരു ഭാഗത്ത് അതിൻ്റെ മറുപുറത്ത് ഈ മാഫിയ കൂട്ടായ്മകളുടെ, ഞാൻ അവരെ മാഫിയ കൂട്ടായ്മകൾ എന്ന് വിളിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഭീമാകാരമായ ഒരു ഗുണ്ടാപ്രവർത്തനം അവർ നടത്തുന്നു എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാൻ പറ്റുന്ന ഒരു മനോഘടന ഈ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സാമൂഹിക അവബോധം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാക്കി മാറ്റാൻ പറ്റുന്ന ഇടപെടലുകളും നാം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ക്ലാസ് എടുത്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുന്നത് തെറ്റൊന്നുമല്ല, നിശ്ചയമായിട്ടും അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ മയക്കുമരുന്നിന് അടിപ്പെട്ടവരെ മുഴുവൻ ക്ലാസ് എടുത്ത് മാത്രം തിരുത്താൻ പറ്റില്ല. മറിച്ച് പൊതുസമൂഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഇടപെടൽ വേണം. പൊതുസമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റണം. അതിനുതകുന്ന മട്ടിൽ സംഘടനാപരവും സാമൂഹികവുമായ സംവിധാനങ്ങൾ ആകമാനം ശക്തിപ്പെടുത്താൻ കഴിയണം. അത്തരത്തിലുള്ള സംഘടനാപരമോ സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഒത്തുചേരലുകൾ, അതുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ, അതിൻ്റെ പ്രേരണകൾ ഒക്കെ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി പടിപടിയായി നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ കലാലയങ്ങളിലുമൊക്കെ കുറഞ്ഞു വരുന്നതും വാസ്തവത്തിൽ ഇതിനൊരു കാരണമാണ്. ഇപ്പം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഓർമ്മകൾ, ഞാൻ മഹാരാജസിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് എറണാകുളം നഗരത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വന്നു ചേരുന്ന മയക്കുമരുന്ന് കച്ചവടക്കാർ, അല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിൽപ്പനയ്ക്കായി വരുന്ന രഹസ്യക്കാർ, ഇങ്ങനെയുള്ളവരുമായി എത്രയോ തവണ കലാലയത്തിനകത്ത് നേർക്ക് നേരെ സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്ന സ്ഥിതി ഞങ്ങൾക്കുണ്ട്. പലയിടങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായ നിരന്തരമായ സംഘർഷം നടക്കുകയും ചിലപ്പോഴൊക്കെ ഗുരുതരമായ സ്ഥിതിയിലേക്ക്, ഞാനുള്ള ഘട്ടത്തിലല്ല, അതിനു മുമ്പ് മയക്കുമരുന്ന് സംഘങ്ങളുമായി ക്യാമ്പസിൽ ഏറ്റുമുട്ടി അവരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാന SFI ഞങ്ങളുടെ ക്യാമ്പസിലുണ്ടായിരുന്നു. കേരളത്തിലുടനീളം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇതിനെ ചെറുക്കുക, മറുഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനും കൂട്ടുചേർന്ന് പ്രവർത്തിക്കാനും സാമൂഹ്യ ബോധ്യമുള്ള, രാഷ്ട്രീയമായ വെളിച്ചം നൽകുന്ന, ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന മട്ടിൽ സംഘടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ, ഇത്തരം സ്വാധീനങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ ക്യാമ്പസുകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഉണ്ടാവുക. ഈ 2 തലത്തിലും ഇന്ന് വലിയ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം വരികയും ഈ അടിസ്ഥാനപരമായ സാമൂഹ്യ രാഷ്ട്രീയ ധാരണകളില്ലാത്ത ആൾക്കൂട്ടം ഏത് നിമിഷവും എപ്പോഴും തിരിയാവുന്ന ഒന്നാണ്. ആൾക്കൂട്ടത്തിൽ നിന്നൊരു സംഘടനയിലേക്ക് നാം മാറുന്നത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഒത്തുചേരുന്നതിനെ കുറിച്ചുള്ള സുനിശ്ചിതമായ ധാരണ, ഏത് ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നതിലുള്ള അടിയുറപ്പ്, ഇത്തരം കാര്യങ്ങളാണ് ഒരാൾക്കൂട്ടത്തെ ഒരു സംഘടന എന്ന നിലയിലേക്ക് മാറ്റുന്നത്. അതില്ലെങ്കിൽ ഏത് സംഘടനയ്ക്കും പെട്ടെന്ന് ആൾക്കൂട്ടമാവാൻ പറ്റും. ഇത്തരത്തിൽ വെറും ആൾക്കൂട്ടമായ, പൊള്ളയായ ഒരു ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഒക്കെ പലപ്പോഴും വഴിമാറിപ്പോകുന്നതും അതിനുള്ളിൽ തന്നെ ലഹരിയുടെ ഭീമാകാരമായ വ്യാപനം നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ഒറ്റതിരിഞ്ഞ ആളുകളിൽ മാത്രം കാണുന്ന, അപ്പൊ നമുക്ക് തന്നെ അറിയണ്ടാവില്ല നമ്മുടെ ജീവിത വികസനത്തിൽ നാം കാണുന്ന, നമ്മുടെ പരിചയത്തിലുള്ള എത്ര കുട്ടികൾ വാസ്തവത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഏതെങ്കിലും ഒരു നിർണായക നിമിഷത്തിൽ ഒരു കേസിൽ പെടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു അക്രമ പ്രവർത്തനത്തിൽ പങ്കാളികളാകുമ്പോഴോ, മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ ചെന്ന് ചാടുമ്പോഴോ ആണ് വാസ്തവത്തിൽ ഇതിങ്ങനെയായിരുന്നല്ലോ എന്ന് നാം തിരിച്ചറിയുക. മിക്കവാറും മാതാപിതാക്കളെ വിദ്യാലയത്തിലെ അധികൃതരൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത്, കോളേജിലെ അധികൃതരൊക്കെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുന്ന സമയത്ത് മാതാപിതാക്കളിൽ ഭൂരിഭാഗം പേരും ഉറപ്പോടെ പറയുന്നത്, എൻ്റെ മകൻ, എൻ്റെ മകൾ അങ്ങനെ ഒരാളല്ല എന്നാണ്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയല്ല. ഞാനിപ്പോൾ എൻ്റെ ക്യാമ്പസിലൊക്കെ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രക്ഷകർത്താക്കളെ വിളിക്കും. അവർ വന്ന് അവരാദ്യം
പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഇങ്ങനെയല്ല, എൻ്റെ മകൾ ഇങ്ങനെയല്ല. അതവരുടെ നല്ല ബോധ്യമാണ്. പക്ഷെ അവരുടെ അത്തരം ബോധ്യങ്ങളെയൊക്കെ, അവരുടെ മാത്രമല്ല നമ്മൾ ആരുടെയും അത്തരം ഉറച്ച വിശ്വാസങ്ങളെ വളരെ നിസ്സാരമായി ഇല്ലാതാക്കാൻ പോകുന്ന മട്ടിൽ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം കീഴ്ത്തട്ടിലുണ്ട്. അതാകട്ടെ വളരെ പെട്ടെന്ന് ആളുകളെ ലഹരി പിടിപ്പിക്കുന്നത് കഞ്ചാവ് പോലെ അല്പനേരത്തെ ഒരു മയക്കത്തിനോ ഹാലൂസിനേഷനോ ശേഷം തിരിച്ചു പോരാവുന്നതല്ല. ഒരു വട്ടം നിങ്ങൾ ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത, അത് ലഭിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, അതിന് ഏത് അക്രമവും ഏത് തരത്തിലുള്ള തെമ്മാടിത്തവും ഏത് തരത്തിലുള്ള നീചപ്രവൃത്തികളും അല്ലെങ്കിൽ വിൽപ്പനയും ഒക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്ന മട്ടിലേക്ക് ചെന്നുവിടുകയും വളരെ പെട്ടെന്നൊരു അധോലോക ശൃംഖലയിലെ കണ്ണികളായി കുട്ടികൾ മാറിപ്പോവുകയും ചെയ്യുന്നതാണ് ഇപ്പം നാം കണ്ടുവരുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് അത്ര വലിയ വ്യാപ്തി ഈ പ്രശ്നത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് പൊതുവായൊരു സാമൂഹ്യ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ട വലിയൊരു മുൻകൈ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബഹുജന പ്രസ്ഥാനമായി ഈ മയക്കുമരുന്നിനെതിരായ മുന്നേറ്റത്തെ നാം മാറ്റിയെടുക്കേണ്ടത്. മുൻകാലത്ത് പോസിറ്റീവായി ചെയ്ത വലിയ ബഹുജന മുന്നേറ്റങ്ങളുടെ ചരിത്രം കേരളത്തിനുണ്ട്. അത് ജനകീയാസൂത്രണമായിട്ടോ സമ്പൂർണ്ണ സാക്ഷരതയായിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകളായിട്ടോ ഒക്കെ വലിയ തോതിലുള്ള സാമൂഹിക മുന്നേറ്റയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും സമ്പൂർണ്ണമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും കീഴ്ത്തട്ടിൽ എങ്ങനെയാണ് മയക്കുമരുന്നിൻ്റെ പ്രവർത്തനം വ്യാപനം നടക്കുന്നത് എന്ന് പരിശോധിച്ച് അതിനെ ചെറുക്കുന്ന ഒരു ഗ്രാമീണതല പ്രവർത്തനം നാം വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിലെമ്പാടും കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. നിശ്ചയമായും പോലീസിനും എക്സൈസ് വകുപ്പിനുമൊക്കെ ഇതിൽ നിർണായകമായ പങ്കുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങളായി ധാരാളമായി ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തോതിൽ കുറ്റവാളികളെ കണ്ടെത്താനും പിടികൂടാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഒക്കെ പോലീസ് സംവിധാനത്തിനും എക്സൈസിനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മയക്കുമരുന്നിനെതിരായ മുന്നേറ്റം എന്ന് പറയുന്നത്, ചെറുത്തുനിൽപ്പെന്ന് പറയുന്നത് നിയമപരമായ നടപടികൾ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാവുന്നതല്ല. മയക്കുമരുന്നിനെതിരായ അതിൻ്റെ ഉപയോഗത്തെ തടയുക എന്നത് അടിസ്ഥാനപരമായി അതിനെതിരായ ഒരു സാമൂഹിക ബോധത്തെ വ്യാപിപ്പിച്ചുകൊണ്ടും വളർത്തിയെടുത്തുകൊണ്ടുമേ പൂർത്തീകരിക്കാൻ കഴിയും. അതിലൊരു പങ്ക് പോലീസിനും എക്സൈസിനും നിശ്ചയമായിട്ടും നിറവേറ്റാൻ കഴിയുമെന്നത് ശരിയാണെങ്കിലും നിയമപരമായി മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായി നമ്മളിതിനെ കാണരുത്. ഇത് ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ജാഗ്രതയുടെയും, വാസ്തവത്തിൽ മയക്കുമരുന്നിൻ്റെ എല്ലാം പിടിയിൽപ്പെട്ടാൽ പിന്നെ നമ്മൾ സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധം, സംഘടനാ ബോധം എന്നൊന്നും പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതെല്ലാം പരിപൂർണമായി റദ്ദാകും. അതുകൊണ്ട് വ്യക്തിയുടെ ആരോഗ്യം, വ്യക്തിയുടെ സമ്പത്ത്, വ്യക്തിയുടെ മാനസികമായ ഭദ്രത എന്നത് മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും തകരാറിലാക്കുന്ന, വലിയ തോതിൽ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നായി ഈ പ്രശ്നം മാറിത്തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരായ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അത്തരമൊരു ഉത്തരവാദിത്ത നിർവഹണമാണ് ഇവിടെ CPIM-ന്റെ നേതൃത്വത്തിൽ ഒരു ബഹുജന കൂട്ടായ്മ എന്ന നിലയിലുള്ള പ്രവർത്തനം വഴി മയക്കുമരുന്നിനെതിരായ ഈ ഒത്തുചേരൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിവിടെ അവസാനിക്കാതെ നമ്മുടെ വാർഡ് തലങ്ങളിലൊക്കെ തന്നെ ഇതേക്കുറിച്ചുള്ള കരുതലുകൾ ഉണ്ടാവുകയും ഇതിനെ പരിശോധിക്കുന്ന സംവിധാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് തന്നെ വികസിപ്പിച്ചു കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ കീഴ്ത്തട്ടിലെ ജീവിതത്തെ തന്നെ ലഹരി മുക്തമാക്കി മാറ്റി മയക്കുമരുന്നിൽ നിന്ന് പുറത്തു കടക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടുന്ന ഏറ്റവും നിർണായകമായ പ്രവർത്തനം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു പ്രാഥമികമായ ചുവട് എന്ന നിലയിൽ ഇതുപോലുള്ള കൂട്ടായ്മകളെ കണക്കാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇനി അങ്ങോട്ടും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതും വികസിപ്പിക്കാനും വിജയിപ്പിക്കാനും ഒരു രാഷ്ട്രീയ കക്ഷി തലത്തിലുള്ള പ്രവർത്തനം എന്നതിനൊക്കെ അപ്പുറം ഏറ്റവും ബേസിക്കായ നമ്മുടെ സോഷ്യൽ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു നിർത്തുക, മതവിദ്വേഷവും ജാതീയതയും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ
നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മയക്കുമരുന്നിനടിപ്പെട്ട ഒരു സമൂഹം എന്നത് ആ നിലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആപത്തിൻ്റെ ഒരു വക്കിലാണ് നമ്മളുടെ നിൽപ്പ് എന്ന തിരിച്ചറിവോടെ ഇതിനെതിരായ വലിയ ഒരു സമരമുഖം നാം എല്ലാവരും ചേർന്ന് തുറക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു പ്രാരംഭം എന്ന നിലയിൽ ഈ ഒത്തുചേരൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൗരവപൂർവ്വം ഈ കാര്യത്തിൻ്റെ തുടർ പരിപാടികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും നമ്മുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒത്തുചേരൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി CPM-ന്റെ ഏരിയ സെക്രട്ടറി സഖാവ് ഇതിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് KS ഷാജി, ഏറ്റവും ബഹുമാനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ ഡോക്ടർ സുനിൽ P. ലേടം, വേദിയിലുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആയിട്ടുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ചും കൈതാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സഖാവ് MP സംഭവത്തിൽ, സഖാവ് PP അജികുമാർ, സഖാവ് PK സോമൻ, സഖാവ് KK സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, മറ്റു യോഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പാർട്ടി നേതാക്കന്മാരെ, സഖാക്കളുടെ സുഹൃത്തുക്കളെ, കേരളം നേരിടുന്ന വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും എല്ലാം ഉപഭോഗം മാറുകയും അത്തരം ഉപഭോഗം കൊണ്ടുള്ള അക്രമാസക്തത കൂടി വർദ്ധിച്ചു വരുന്നൊരു സാമൂഹ്യ സാഹചര്യം കഴിഞ്ഞ 2-3 വർഷക്കാലമായി പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെ അത്തരം സാമൂഹ്യമായ കെടുതികളെ എല്ലാ കാലത്തും ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യ പ്രസ്ഥാനങ്ങളാണ്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഈ നാടിൻ്റെ ഇന്നലകൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. നാടിനെ ഗ്രസിക്കുന്ന ഏതു തെറ്റായ പ്രവണതയെയും ഏത് തിന്മയുടെ ശക്തികളെയും ഏറ്റവും ആദ്യം മുന്നിൽ നിന്ന് എതിർക്കുന്നതും അതിനെ പിന്തിരിപ്പിക്കുന്നതും ചെറുത്ത് തോൽപ്പിക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഇന്നലകളിൽ നമുക്ക് മുമ്പേ കടന്നുപോയവർ നിർവഹിച്ചിട്ടുള്ള പല വിധത്തിലുള്ള ചുമതലകളുണ്ട് സാമൂഹ്യമായി. ഇപ്പോൾ സൂര്യ വന്നപ്പോൾ ഇല്ലേ, ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ, വലിയ കോവിഡിൻ്റെ കാലത്ത്, വലിയ മലമ്പനിയുടെ കാലത്തൊക്കെ തന്നെ ഏത് പ്രശ്നമാണോ സമൂഹത്തെ ഗ്രസിക്കുന്ന സാമൂഹികമായൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വിപത്തെന്ന് കണ്ടാൽ ആ വിപത്തിനെതിരെ പ്രതിസന്ധി എന്താണെന്ന് നോക്കാതെ മുന്നിട്ടിറങ്ങുക ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കോവിഡ് കാലത്ത് നമ്മളത് കണ്ടു. കോവിഡ് കാലത്ത് വലിയ സ്വീകാര്യത ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഉണ്ടായി. നമ്മളതിന് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ പേരിട്ട് വിളിച്ചത് യൂത്ത് ബ്രിഗേഡ് എന്നാണ്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്നാണ്, ഇല്ലേ, വോളണ്ടിയർ സേന എന്നാണ്. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ പുറകിൽ ആരായിരുന്നു? സൂക്ഷ്മമായി ഇവിടെ നിന്നുകൊണ്ട് കോവിഡ് കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുടനീളം സർക്കാർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ സമൂഹം ഇച്ഛിച്ചതുപോലെയുള്ള പുറത്തിറക്കാൻ പറ്റാതെ ഭയാസക്തരായി ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് പൊതിച്ചോറുകളുമായി വീട്ടിലേക്ക് കയറി ചെന്ന ആരാണ്? പൊതിച്ചോറുകൾ ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി കിച്ചനുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ആംബുലൻസ് സർവീസുകളിൽ ഈ പറയുന്നത് പോലെ മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ കോവിഡ് പകരുമെന്നുള്ള ഭീതി ഉണ്ടെങ്കിൽ പോലും ആ ഭീതിയെ വകവയ്ക്കാതെ ഗർഭിണികളെ വരെ വീടുകളിൽ നിന്ന് ചുമന്ന ആശുപത്രികളിൽ എത്തിച്ച ഒരു സാഹോദര്യത്തിന്റെ, ഒരു രാഷ്ട്രീയത്തിന്റെ പേര് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നാണ്. ജനങ്ങളത് അനുഭവിച്ചവർക്ക് വലിയ നന്ദിയും വലിയ പൂർവ്വകയും ഉണ്ടായി. പക്ഷെ പല കടപ്പാടും നന്ദിയും എല്ലാം തന്നെ വളരെ ചെറിയൊരു കാലത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് കോവിഡാനന്തര കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എന്തിന് ശവസംസ്കാരം പോലും നിർവഹിക്കുന്നതിന് വേണ്ടി ഉറ്റവരുടയവരില്ലാതെ അവർക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെയുള്ളവിടത്ത് ഉറ്റവർക്കോ ഉടയവർക്കോ വേണ്ടി മനസ്സിലൊരു ചെറിയ പ്രാർത്ഥന വരെ കൊണ്ടുവന്നുകൊണ്ട് ശവസംസ്കാരം നടത്തിയ വളണ്ടിയർമാർ ഇവിടെ ഇരിപ്പുണ്ട്. പറവൂരുടനയിലുണ്ട്. ഞാനൊക്കെ ആ ടീമിന്റെ ഭാഗമായിരുന്നു. ഞങ്ങളെല്ലാവരും തോന്നിയാവ് ശ്മശാനത്തിൽ, തത്തപ്പള്ളി ശ്മശാനത്തിലും ഒക്കെ വളരെ അനാഥരാക്കപ്പെട്ട ജനങ്ങളെത്തി. കോവിഡാനന്തരം മരിച്ചേക്കുന്നതാണ്, കോവിഡ് മരിച്ചതാണ്. അപ്പൊ അത് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. നിങ്ങളുണ്ടല്ലോ ശവസംസ്കാരം നടത്താൻ. അത്രമേൽ രാഷ്ട്രീയമായ ഒരു അടിത്തറ, സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോയത്. പക്ഷെ പുതിയ ഒരു വിപത്ത് വരുമ്പോൾ
അതിനെ എങ്ങനെ നേരിടുന്നു നോക്കിയിട്ടാണ് നമ്മുടെ വിലയിരുത്തുന്നത്. പണ്ടിങ്ങനെ കുറെ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തേക്കും ജനങ്ങൾ കടപ്പെട്ട് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയമല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. മിച്ചഭൂമി സമരത്തിലൂടെ നമുക്ക് ഭൂമി നേടിത്തന്നിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമത്തിന്റെ കാലത്ത് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ അടിയന്തരാവസ്ഥയെ നേരിട്ടിട്ടുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് പാർട്ടി, അല്ലേ? സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ അക്ഷരം പഠിപ്പിച്ചിട്ടുണ്ട്, ജനകീയാസൂത്രണത്തിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും പ്രാദേശിക സാമൂഹ്യ വികസനമൊക്കെ സാധ്യമാക്കി തന്നിട്ടുണ്ട്. അതാത് കാലത്തെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം, അതാത് കാലത്തെ പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതാത് കാലത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പൊ ഇന്നലെ കോവിഡ് കാലത്ത് ഞങ്ങൾ ഇത്രയൊക്കെ സേവനം ചെയ്തിട്ട് ഇപ്പോ എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ 10 സെന്റിന്റെ ഉടമകളാക്കി മാറ്റിയിട്ട് ആ പാരമ്പര്യത്തെ കുറിച്ച് ഓർക്കാത്ത ആ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ, ആ തലമുറ കഴിഞ്ഞു വന്ന ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഇടതുപ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള കൊടി പിടിക്കുന്നുള്ള ചോദ്യങ്ങളൊക്കെ വ്യാപകമാണെങ്കിൽ അതിന് മറുപടി ഇതാണ്, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ കാര്യം നമ്മളെ കൊണ്ട്? അതാണ് ചോദ്യം. ഇപ്പോ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ശരീരത്തിൽ ഉൾപ്പെട്ട നമ്മളെ കൊണ്ടുള്ള സമൂഹത്തിനുള്ള ഗുണം എന്താണ്? ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിരോധമായിട്ട് ഇപ്പൊ നമ്മുടെ സംഭാവന എന്താണെന്ന് ചോദ്യം. ആ അർത്ഥത്തിൽ നമുക്ക് ഇപ്പോ ഏറ്റെടുക്കാനുള്ള കടമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നത് ഈ സാമൂഹികമായ ഈ ഐക്യം, നേരത്തെ ഉദ്ഘാടനം പറഞ്ഞതുപോലെയുള്ള ഇപ്പോ പൊതുസമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകൾ, അതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് നമ്മളെ ബാധിക്കുന്ന വലിയ കെടുതികളുണ്ടല്ലോ, ആ കെടുതികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘം അത് നമ്മൾ ഭംഗിയായി ഇപ്പൊ നിറവേറ്റുന്നുണ്ട്. നമുക്ക് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന പോലെ ഈ കേരളത്തിനകത്ത് എല്ലാ പഞ്ചായത്തുകളിലും കഴിയുന്നത്ര യൂണിറ്റ് പ്രദേശങ്ങളിലും ബ്രാഞ്ച് പ്രദേശങ്ങളിലെ നാട്ടുപുറങ്ങളിലെല്ലാം തന്നെ ഈ കെടുതിക്കെതിരായിട്ടുള്ള യഥാർത്ഥ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി നിൽക്കുന്ന അമ്മമാർക്ക്, അച്ഛന്മാർക്ക് പുതുസാശ്വാസം നിൽക്കുന്ന നമ്മളാണ്. അതിന്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ്. നമ്മളിപ്പോൾ ഈ ക്യാമ്പയിൻ വളരെ വിപുലമായി എടുക്കാൻ പോവുകയാണ്. ഈ മെയ് മാസം 20 കഴിഞ്ഞാൽ, മെയ് മാസം 20-നും 30-നും ഇടയിലും ജൂൺ മാസം ആദ്യം, ചിലപ്പോൾ ചെറിയ മഴയൊക്കെ ആരംഭിച്ചെങ്കിൽ പോലും ജൂൺ മാസത്തിൽ ഈ എറണാകുളം ജില്ലയിൽ, കേരളമെമ്പാടും ഉണ്ടെങ്കിലും എറണാകുളം ജില്ലയിൽ സവിശേഷമായി എറണാകുളത്തെ പാർട്ടി ഈ സാമൂഹ്യ വിരുദ്ധനെ നല്ലവണ്ണം തോൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ തലയിൽ പകരിച്ച് ഇതിനെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം വേണം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം ഒന്നും പ്രസരിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ആരോടാണ് നമ്മൾ രാഷ്ട്രീയം പറയാൻ പോകുന്നത്? പുരോഗമന രാഷ്ട്രീയത്തെക്കുറിച്ച്, യുവാക്കളുടെ കടമയെക്കുറിച്ച്, വിദ്യാർത്ഥികളുടെ കടമയെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, മൗലികാവകാശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആരോടെ പറയാൻ പോകുന്നത്? ഈ ലഹരിക്ക് അടിമപ്പെട്ട് ലക്ഷ്യബോധമില്ലാതെ വല്ലാതെ അക്രമാസക്തരായി സമൂഹത്തിനോ കുടുംബത്തിനോ നിയന്ത്രിക്കാൻ പറ്റാതെയുള്ള ഒരു പുതിയ തലമുറയോടാണ് നമ്മൾ പറയാൻ പോകുന്നത്? അല്ലല്ലോ. നമ്മൾ പറയേണ്ടത് ആരോഗ്യമുള്ള, ചിന്തിക്കുന്ന, സ്വതന്ത്ര ചിന്തയെ കാക്ഷിക്കുന്ന ഒരു തലമുറയോടെയല്ല പറയേണ്ടത്. അങ്ങനെ ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ അങ്ങനെ ഒരു തലമുറയെ വീണ്ടെടുക്കേണ്ട, അങ്ങനെ ഒരു സാമൂഹ്യമായ ഒരു കൂട്ടത്തെ വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അതുകൊണ്ട് CPM ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്. പാർട്ടി എന്ന് പറയുന്നത് തുറന്നു പറഞ്ഞോളാം. നമുക്ക് വേണമെങ്കിൽ നാട്ടുപുറത്ത് ഒരു കൂട്ടായ്മ, അല്ലേ? ജനകീയ പ്രതിരോധ സമിതി, പൗരസമിതി, അല്ലേ? ജനകീയ കൂട്ടായ്മകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ഇവിടെ ഇപ്പൊ അതൊന്നും നിൽക്കുന്നില്ല. തുറന്നു പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ വരാമോ 20 തീയതിക്ക് ശേഷം 20 മുതൽ ജൂൺ 5 വരെ നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. ഒരു ജാഗ്രതാ സദസ്സുകൾ എല്ലാ ബ്രാഞ്ചുകളിലും വരും. ജാഗ്രതാ സദസ്സുകൾ എല്ലാ ബ്രാഞ്ചുകളിലും ഒരു അജണ്ട അതിനുവേണ്ടി പ്രത്യേകമായി പാർട്ടി കമ്മിറ്റി ചേരുകയാണ് 16-ാം തീയതി. സഖാവ് ശർമ്മയോടൊപ്പമുള്ള ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇതിനെതിരെ ഒരു സന്ധിയില്ല. ഇത് കണ്ട് നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മുടേതായ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റിയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ വാർഡുകളിൽ, അതായത് എല്ലാവരുടെയും പിന്തുണ നമുക്ക് വേണം. CPM നയിക്കുന്ന വൈപ്പിക്കരയിൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി ഏകദേശം 15,000-നും 18,000-നും അധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് വലിയൊരു ചങ്ങലമാണ്. മുനമ്പം മുതൽ നമ്മുടെ അറ്റം വരെ, നമ്മുടെ ഗോശ്രീ പാലം വരെ നീണ്ടുനിന്നു ആ ചങ്ങല. 10-20,000 ആളുകൾ പങ്കെടുത്തു. എല്ലാവരും കന്യാസ്ത്രീകളും പള്ളിയിലച്ചന്മാരും നേഴ്സുമാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വിവിധ വേറെ രാഷ്ട്രീയ വിശ്വാസമുള്ളവർ വരെ. CPM-നെ നടന്നത് CPM ലഹരിക്കെതിരെ ജനലാഹരി എന്നുള്ള പേരിലാണ് നടന്നത്. നല്ലവണ്ണം ലഹരിക്ക് കീഴ്പ്പെട്ട ചില കോളനികൾ, പോയിന്റുകളൊക്കെ വൈപ്പിങ്ങരുടെ മേഖലയിൽ ഉണ്ടല്ലോ. കോസ്റ്റൽ ബെൽറ്റ് കൂടിയാണല്ലോ. നല്ലൊരു ക്യാമ്പയിൻ നടന്നു, വലിയ വിജയമായി. അതുപോലെ നമ്മൾ എല്ലാ ഏരിയ അതിർത്തികളിലും വരികയാണ്. വാർഡുകളിലുള്ള ജാഗ്രതാ സമിതി, വില്ലേജുകളിൽ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നു.
ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ ഇല്ല, വാർഡുകളിൽ ക്യാമ്പയിൻ. പിന്നെ നമ്മൾ ജൂൺ മാസം ആദ്യം പറവൂരിൽ ഒരു 15,000 ആളുകളെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു മനുഷ്യമതിൽ നിർമ്മിക്കുകയാണ്. അതിനെല്ലാം ഗുണങ്ങളുണ്ട്. ആളുകൾ ഇങ്ങനെ കൈ പിടിച്ചു നിന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചങ്ങല പിടിച്ചതുകൊണ്ട്, മതിൽ സൃഷ്ടിച്ചുകൊണ്ട്, കൂട്ടം കൂടി ഇങ്ങനെ ഇരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പ്രതിജ്ഞകൊണ്ട് കാര്യമുള്ളതൊക്കെ ചോദ്യമുണ്ട്. പക്ഷെ ഇതിൽ അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. നിരീക്ഷിക്കുന്നവരും കാണുന്നവരും ഇതിന്റെ വാഹകരായി നടക്കുന്ന ഇത് ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഇതിന്റെ ലാഭാസക്തിയോടുകൂടി വിപണനം ചെയ്യുന്ന ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജാഗ്രത ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാഹകരെയൊക്കെ പുറകോട്ട് വലിയും. എല്ലാ കാലത്തും അങ്ങനെയാണ്. തെറ്റായ പ്രവണതകളായിട്ട് വരുന്ന ആൾക്കാരെല്ലാം തന്നെ ശരിയായ പുരോഗമന രാഷ്ട്രീയത്തിന്റെ നല്ല പ്രഹരശേഷി മനസ്സിലായി കഴിഞ്ഞാൽ പതുക്കെ പിന്നോട്ട് വലിയും. അതുകൊണ്ട് നമ്മൾ ജൂൺ മാസമായതിൽ ഒരു 10,000 പേരെങ്കിലും പങ്കെടുക്കുന്ന വലിയ മനുഷ്യമതിൽ നമ്മൾ സൃഷ്ടിക്കാൻ പറയുന്നത്. നമ്മളിതിപ്പോൾ തുടങ്ങിയതല്ല. നമ്മളിത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നലത്തെ പത്രങ്ങളിലുണ്ട്. മിനിയാന്നാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സതീഷ്, ചെറുപ്പക്കാരനായ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ചേന്നമംഗലത്ത് വന്നത് ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയത് വേണിച്ചേട്ടന്റെയും ഉഷച്ചേച്ചിയുടെയും വീടാണ്. നമ്മൾ പലരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് വേണിച്ചേട്ടൻ, ഉഷേൻ അറിയുന്ന ആൾക്കാർ. ചേന്നമംഗലത്ത് ഒരു ചെറുപ്പക്കാരനാണ്, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനാണ്. പലപ്പോഴായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ പർട്ടിക്കുലർ കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായില്ല. ഇത് തുടർച്ചയായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ മാനസികഘടന മാറിയ, അങ്ങനെ അക്രമാസക്തരായ ഒരു ചെറുപ്പക്കാരന് ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മുമ്പ് പോയി MDMA ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. മാനസികഘടന അങ്ങനെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചേന്നമംഗലത്ത് തെക്കുംപുറത്ത് സമീപം വേണു എന്ന് പറയുന്ന, ഉഷ എന്ന് പറയുന്ന 2 മാതാപിതാക്കളെ, അവരുടെ മകളെ, മരുമകനെ ലഹരി ആസക്തിയുടെ ഒരു വേദ തന്നെയാണ്. വളരെ മൃഗീയമായി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പല കൂട്ടക്കൊലപാതകങ്ങളാണ്. 3 പേര് ആ സ്പോട്ടിൽ തന്നെ. അത് ആശുപത്രിയിൽ എത്തിയിട്ടാണ് മേടിച്ചത്. ഞാനുണ്ട് ആശുപത്രിയിൽ. മേടിച്ചതിനെ മുഷ്ടിയേച്ചിയും അവരുടെ മകളെയും മരുമകനെയും കൊണ്ടുവരുമ്പോൾ, ജിതിൻ ബോസ് എന്നാണ് മരുമകന്റെ പേര്, ജിതിൻ ബോസ്. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത് നമുക്ക് അബദ്ധവശാൽ കണ്ടുപോയതാണ് ആശുപത്രിയിൽ. നമ്മൾ ചിലപ്പോൾ ഒരു ആക്രമണം ഉണ്ടായി എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് പോയി കണ്ടുപോകും. ഞാനോ നിങ്ങളോ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരാവില്ല. പക്ഷെ പെട്ടെന്ന് കണ്ടതെന്ന് വെച്ചാൽ വളരെ ബ്രൂട്ടലായി ഒരു ബൈക്കിന്റെ ഈ ഇതുണ്ടല്ലോ, സ്റ്റെൻഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് തലച്ചോറ് പുറത്തു വന്ന രീതിയിലേക്ക് അടിച്ചടിച്ച് കൊലപ്പെടുത്തിയേക്ക്. കണ്ടു നിൽക്കാൻ പറ്റില്ല. 3 പേരെ ഒരൊറ്റ ഒരു ചെറിയൊരു സമയത്തിനിടവേളയിൽ 3 പേരെ കൊലപ്പെടുത്തി. 4ാമതൊരാളെയും കൊലപ്പെടുത്തി എന്ന് വെച്ചാണ് പോകുന്നത്. 4 പേര് മരിച്ചു. പക്ഷെ ഭാഗ്യവശാൽ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ജിതിൻ ബോസ്. 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുടെ. ആ കുട്ടികൾക്ക് അച്ഛനെങ്കിലും ഉണ്ടായി. അയാൾ ഡിസ്ചാർജ് ചെയ്ത് വന്നു. അവിടെ അയാൾ ആശ്രമ മെഡിസിറ്റിൽ 14 ലക്ഷം രൂപ ചെലവാക്കി. പഞ്ചായത്ത് 3 ലക്ഷം രൂപ പഞ്ചായത്ത് പിരിച്ചു കൊടുത്തു. വീണ്ടും 1 ലക്ഷം രൂപ പഞ്ചായത്ത് പിരിച്ചിട്ടുണ്ട്. CPM ഏരിയ കമ്മിറ്റി ആ ജിതിൻ ബോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഇനി അയാൾക്ക് ദീർഘനാളത്തേക്ക് ഫിസിയോതെറാപ്പി ചികിത്സ വേണം. കാലനക്കാനും കൈയിറക്കാനൊക്കെ പ്രശ്നമാണ്. അയാൾ എണീറ്റ് ഇങ്ങനെ നിൽക്കും. വെറുതെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇരുന്നു പോകും. സ്കളെല്ലാം തുറന്നുപോയി. ഹെഡ് സർജറി എല്ലാം ചെയ്തതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താ? എല്ലാ ശേഷിയും ഉപയോഗിച്ചിട്ട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ അക്രമികൾക്കെതിരായിട്ട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ശേഷിയും. അങ്ങനെ നമ്മൾ ജിതിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇതിന്റെ പാലിയേറ്റീവ് ചികിത്സ കനിവ് പാലിയേറ്റീവ് ഏറ്റെടുത്തു. പാർട്ടി നിർദ്ദേശപ്രകാരം 2 മാസത്തോളം പാലിയേറ്റീവ് ചികിത്സ വേണം. നമ്മൾ ഏറ്റെടുത്തു. ഇപ്പൊ തുടങ്ങിയത് നമ്മളിപ്പോൾ ജിതിന്റെ പാലിയേറ്റീവ് ചികിത്സ മിനിയാന്നാണ് തുടങ്ങിയ നമ്മൾ. കനിവ് പാലിയേറ്റീവ് കെയറിൽ പറവൂരിൽ വന്നിട്ട് പാലിയേറ്റീവ് ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ്. അയാളുടെ വീട്ടിൽ പോയി അയാളുടെ കുട്ടികൾക്ക് ആവശ്യമായ, സ്കൂൾ തുറപ്പിന് ആവശ്യമായ ബാഗും മുഴുവൻ പഠനോപകരണങ്ങളും നോട്ട് പുസ്തകങ്ങളും കളർ പെൻസിലുകളും ആ കുട്ടികൾക്ക് അന്യമാവരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ അതെല്ലാം DYFI ഇന്നലെ കൊണ്ടുപോയി കൊടുത്തു. DYFI പറവൂരിൽ ആ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സംരക്ഷണത്തിനുള്ള ഏർപ്പാട് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഈ അക്രമിയുണ്ടല്ലോ സമൂഹത്തിൽ അവരൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. ആ അക്രമിയുടെ ഒരു പഴുത് പോലും ഇല്ലാതെ കേസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പറവൂരിലെ പാർട്ടി കത്തെഴുതി ജില്ലാ സെക്രട്ടറി മുഖാന്തരം ഇന്ന് ഉച്ചയ്ക്ക് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. 2 അഭിഭാഷകർ കൊണ്ടുപോയിട്ടുണ്ട്. പറവൂരിൽ ലോയേഴ്സ് യൂണിയന്റെ നമ്മുടെ 2 അഭിഭാഷകർ അഡ്വക്കേറ്റ് ശ്രീരാം പറഞ്ഞും അഡ്വക്കേറ്റ് TG തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ആ പ്രശ്നത്തിൽ അവിടെ മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും ഏറിയും കുറഞ്ഞും ഈ ലഹരിക്ക് ആസക്തിപ്പെട്ട ആളുകളൊക്കെ തന്നെ അക്രമാസക്തരായി ഉണ്ടല്ലോ. പറവൂർ താലൂക്കിലും ജില്ലയിലും ഒക്കെ തന്നെ കാണുന്നുണ്ടല്ലോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ ലഹരിയുടെ ഭാഗമായി.
ലഹരി ഉപയോഗിച്ച് വേറെ പ്രത്യേക വൈരാഗ്യം കൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയും മറ്റൊരു ബന്ധുവിനെയും കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനുള്ള ശിക്ഷ ഇന്നലെ കേരളം കണ്ടു. ജീവപര്യന്തം തടവ് ശിക്ഷ നമ്മൾ കണ്ടു അല്ലേ? എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവുന്നത്, സാമൂഹികമായി വലിയൊരു വിപത്ത് ഉണ്ടാവുന്നത്. ആ വിപത്തിനെതിരെ രാഷ്ട്രീയമായ ഒരു ജാഗ്രത വേണം. ഇതെല്ലാം വേറെ ചില സ്ഥലങ്ങളിൽ സംഭവിക്കും. ഞാനും എന്റെ കുടുംബവും വളരെ സുരക്ഷിതരായി വീട്ടിലിരിക്കും. ഞാൻ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഇടപെടില്ല, ഇതുപോലെ യോഗത്തിന് പങ്കെടുക്കില്ല, കൈ കൊടുക്കാൻ ചെല്ലില്ല. ഇല്ലേ? ഞാൻ അങ്ങനെ പത്രം വായിച്ച് ഇതൊന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഞാൻ എന്റെ തൊഴിൽ, എന്റെ വരുമാനം, എന്റെ കുടുംബം, എന്റെ കുട്ടികൾ, അങ്ങനെ വളരെ ചുരുങ്ങി ജീവിച്ചുകൊണ്ടൊന്നും ഇന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ ചുരുങ്ങി ജീവിച്ചതുകൊണ്ടോ മനുഷ്യൻ ശീലിച്ച ഇടകലർന്നുള്ള ജീവിതം ഉണ്ടല്ലോ കേരളത്തിലേക്ക്. നമ്മളിവിടം വരെ എത്തിയ കൊടുത്തും വാങ്ങിയും ഇടകലർന്നുള്ള നമ്മളൊരു സാമൂഹിക ജീവിതത്തിന്റെ കരുത്തുണ്ടല്ലോ, അത് നല്ലവണ്ണം ചോരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തന താല്പര്യം നേരത്തെ സുനിമാഷ് പറഞ്ഞതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയ ശക്തി ചെയ്യുന്ന സമയത്ത് എനിക്കെല്ലാം ഞങ്ങളെല്ലാം വിദ്യാഭ്യാസ പ്രവർത്തന സമയത്ത് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ. എസ് എഫ് ഐയുടെ നേതാവ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കോളേജിനെ എടുത്തു വന്നാൽ ചുണ്ടിലിരിക്കുന്ന സിഗരറ്റ് പറന്നു പോകും. പിന്നെ 50 ദിവസം സിഗരറ്റ് വലിക്കില്ല, പേടിച്ചിട്ട്. സംഘടനാപരമായി നമ്മൾ ശീലിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് തെറ്റാണ് സിഗരറ്റ് വലിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ ഒരു ബഹുമാനം, ആ ഒരു സംഘടനാപരമായ ചില കീഴ്വഴക്കങ്ങളെല്ലാം പോയിരുന്നില്ല. ഇന്നിപ്പോൾ ആരെയും വായിക്കേണ്ടത്, ക്യാമ്പസിൽ രാത്രിയില്ല, ആരെയും പേടിക്കണ്ട. യൂണിറ്റ് രൂപീകരിച്ചാൽ കോടതി ഇടപെടും, പ്രിൻസിപ്പലിന് പുറത്താക്കാം. പക്ഷെ കള്ളു കുടിച്ചിട്ട് ക്ലാസ്സിലിരിക്കാം, കുഴപ്പമില്ല. അടുത്തൊന്നൊരു മാഷ് മണത്ത് നോക്കാൻ പോണില്ല. മണത്ത് നോക്കിയാൽ പിന്നെ മാഷിന്റെ കത്താല. സിഗരറ്റ് ക്ലാസ് റൂമിനകത്ത് വലിക്കാം. ഇപ്പൊ ഒരു കോളേജിൽ കേട്ടു, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ചെറിയ പോർട്ടബിൾ റേഡിയോ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു കോളേജിൽ. അധ്യാപകന് ചോദിക്കാൻ പേടി, കുറച്ച് വയലന്റ് ആവുന്ന കുട്ടിയാണ് എപ്പോഴും സംഭവം. അപ്പൊ എന്തും നടക്കുന്ന ക്യാമ്പസിനകത്ത് രാത്രി ഉണ്ടായിരുന്നപ്പോ വല്ലപ്പോഴും ഉണ്ടായിരുന്ന ഒരു പഠിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു മുദ്രാവാക്യം വിളി, ഒരു സമരം സാമൂഹിക വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഷ്ട്രീയത്തെ പടിയിറങ്ങി കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് വിദ്യാർത്ഥികൾ നേടിയതുണ്ടാവും. അൺലിമിറ്റഡ് ആയിട്ട് ലഹരി ഉപയോഗിക്കാം, ആരും ചോദിക്കാനും പറയാനില്ല. മനസ്സിലായില്ലേ? വളരെ ദുസ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അധ്യാപകർ കൊടുക്കേണ്ട ബഹുമാനമൊന്നും കൊടുക്കാതെ അവരെ ഭയപ്പെടുത്തിയും ഒരു കുട്ടി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന എന്നാണ് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അരാഷ്ട്രീയത വലിയൊരു ഘടകമായിട്ടുണ്ട് ഈ പ്രശ്നം ഇങ്ങനെ രൂപപ്പെട്ട് അക്രമാസക്തമായിട്ടുള്ളൊരു സമൂഹം രൂപപ്പെടുന്നതിൽ. അതുപോലെ തന്നെ ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുണ്ടാവുന്നതിൽ ഈ അരാഷ്ട്രീയത നമ്മളത് വീണ്ടെടുക്കണം. പിന്നെ യുവാക്കളുടെ സ്വതന്ത്ര ചിന്തയുമായി ചേർന്ന് നമ്മൾ മൊത്തം ഡിസ്കാർഡ് ചെയ്ത് കളയണില്ല. ഇപ്പൊ അതിനൊരു ഉദാഹരണമാണ് പഞ്ചാബ് സർക്കാർ കുറച്ച് മെഷേഴ്സ് എടുത്തു. അതുകൊണ്ട് പഞ്ചാബ് ഈ ലഹരിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം അപകടത്തിലായ സംസ്ഥാനം. 50% യുവാക്കളും വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കണം പഞ്ചാബ് സർക്കാർ ഒരു ഘട്ടത്തിൽ. ഒരു 6-7 വർഷം മുമ്പത്തെ സ്റ്റാറ്റസാണ് നമ്മൾ. ഉഡ്താ പഞ്ചാബ് എന്ന സിനിമയിൽ കണ്ടോ? ഹിന്ദി സിനിമ കാണുന്നവരൊക്കെ ഉണ്ട്. ഉഡ്താ പഞ്ചാബ് ഒരു റോക്ക് സ്റ്റാർ, ഒരു ഗായകൻ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. ലഹരിയുടെ വ്യാപനവും പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ ഒരു ലഹരി എന്ന കാര്യമൊക്കെ മനോഹരമായ സിനിമയിലുണ്ട്. ആ സിനിമയിലുണ്ട്. അത് കണ്ടു. പിന്നെ പഞ്ചാബ് സർക്കാർ കുറച്ച് മെഷേഴ്സ് എടുത്തു. ഇപ്പോഴും സർക്കാർ, ഇതിനു മുമ്പത്തെ സർക്കാരിനെ കുറച്ച് മെഷേഴ്സ് എടുത്തു. വ്യാപകമായി ചില ക്യാമ്പയിനുകൾ വന്നു. ശക്തമായ പോലീസിംഗ് സംവിധാനവും നിയമ സംവിധാനവും വന്നു. ഈ സാമൂഹികമായ ജാഗ്രത രൂപപ്പെടുത്തി പഞ്ചാബ് ഇപ്പോൾ തന്നോടെ പുറകോട്ട് പോയി. ഇപ്പൊ കുറേയധികം ഭേദപ്പെട്ടിട്ടുണ്ട്. കേരളത്തെക്കാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന, ലഹരിയുടെ വ്യാപനം നടക്കുന്ന 7-8 സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് ഇന്ത്യയിൽ. വളരെ അപകടകരമാണ്. ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരിയുടെ ഒരു ഹബ്ബ്. ഗുജറാത്തിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാസലഹരി വിദേശത്തെല്ലാം വരുന്നത്. ഇത് അതിർത്തികളിലാണ് തന്നെ. ഇവിടെ ആരും ഇപ്പോൾ കഞ്ചാവ് കൃഷിയൊന്നും ഇത്ര വ്യാപകമായിട്ട് ചെയ്യുന്നൊന്നുമില്ല. അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ഫാക്ടറികൾ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സംവിധാനമൊന്നും കേരളത്തിലില്ല. അല്ല, രഹസ്യമായിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് അതിർത്തി കടന്നാണ് വരുന്നത്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ട്, ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി അതിർത്തി രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ആഗോളവൽക്കരണത്തിന്റെ കാലത്തുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ലഹരി വരുന്നുണ്ട്, വലിയ രീതിയിൽ വരുന്നുണ്ട്. അതിനെതിരെ ഒരു വലിയ സാമൂഹിക ജാഗ്രത ഗവൺമെന്റിനും വേണം. നമ്മളത് യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ട് കിടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന് ശേഷം വലിയ ജാഗ്രത. ഈ ലഹരിയുടെ വാഹകരുണ്ടല്ലോ, ലഹരിയുടെ പതാക വാഹകരെന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ലാഭാസക്തിയോടുകൂടി ആർക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ കച്ചവടം ചെയ്ത് ലാഭം കിട്ടുമെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം റാക്കറ്റ് പിടിയിലാക്കപ്പെടുന്നത്. എല്ലാ ദിവസവും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച മാത്രം 78 കേസുകൾ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കേരളത്തിൽ വന്നു. 15 ജയിലിലായി. അകത്താവുന്നവർ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല. രാസലഹരിയൊക്കെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാസങ്ങളോളം ജയിലിലുണ്ടായിട്ട് നമ്മൾ അവരെ
ആരും സംരക്ഷിക്കാൻ ചെല്ലുന്നില്ല, കൃത്യമായ ശിക്ഷ നടപടികൾ വേണം. അപ്പൊ സർക്കാരിന്റെ ആ ക്യാമ്പയിൻ നല്ല വിജയത്തിലാണ്. ഒരു വിമുക്തി ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഒരു കുട്ടി നമ്മുടെ അയൽപക്കത്ത് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രാസലഹരി പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രെൻഡാണത് കേരളത്തിൽ. നമ്മുടെ ഒരു പൊതു സ്വഭാവമാണത്. മറ്റൊരു കുടുംബത്തിൽ ദുഃഖം വരുമ്പോൾ നമുക്ക് അയൽപക്കത്ത് സന്തോഷം വരും, മനസ്സിലായോ? അയൽപക്കത്ത് സന്തോഷം വരുമ്പോൾ നമുക്ക് ദുഃഖം വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ലോട്ടറി അടിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടവും, കുട്ടന്റെ വീട്ടിൽ ലോട്ടറി അടിച്ചല്ലോ, അയൽപക്കത്ത് അടിച്ച ഒരു സന്തോഷം. അപ്പുറത്തെ വീട്ടിൽ ഏപ്രിൽ കിട്ടിയ പെൻഷൻ കേട്ടത് ഞാനിപ്പോൾ വന്നേ. അപ്പുറത്തെ വീട്ടിൽ എന്നാലും ഇതിനെ ഒരു വർഷം പഠിക്കണേ ഞാൻ കണ്ടിട്ടില്ല, ഫുൾ A+ ഇങ്ങനെ കിട്ടിയാവോ? സ്വന്തം വീട്ടിൽ കിട്ടുക, അപ്പുറത്ത് കിട്ടരുത് എന്നുള്ള ട്രെൻഡാണ്. അപ്പുറം സന്തോഷം വരുമ്പോൾ ഇപ്പുറം സങ്കടം, മനസ്സിലായോ? അതുപോലെ തന്നെ അവിടെ സങ്കടം വന്നപ്പോൾ ഇവിടെ സന്തോഷം. അവൻ അങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടി MDMA പിടിച്ചു. നമ്മുടെ പറവൂർ നഗരസഭയിൽ 11ാം വാർഡിൽ പിടിച്ചു, 22ാം വാർഡിൽ പിടിച്ചു. പേരെന്നുള്ള പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം, നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം, സമൂഹം ചെയ്യേണ്ട കാര്യം അവർ ഉപേക്ഷിക്കലല്ല. ഇത് സാഹചര്യങ്ങളിൽ സംഭവിക്കും, നമ്മുടെ കുട്ടിക്ക് സംഭവിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ വീണ്ടും അങ്ങനെയുള്ള വലകൾ ഇവിടെ രൂപപ്പെടാറുണ്ട്. പെട്ടെന്ന് കുട്ടികൾ കുടുങ്ങിപ്പോകും. അങ്ങനെ അബദ്ധവശാൽ കുടുങ്ങുന്ന കുട്ടികളെ സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അന്തസ്സോടുകൂടി ഇതിൽ നടക്കാൻ. അവർ അപമാനിക്കപ്പെട്ട് എല്ലാവരും മുന്നിലൊരു കുറ്റവാളിയായി, വലിയ ലഹരി ഉപയോഗിക്കുന്ന ആളായി, ആയുഷ്കാലം മുദ്രയിടിക്കപ്പെട്ട് കഴിച്ചുവിടുന്ന ആളുകളല്ല. നമ്മൾ അവരുടെ മാതാപിതാക്കളോട് നമ്മൾ പറയുന്നുണ്ട്. ആ മാതാപിതാക്കളിൽ അവശേഷിക്കുന്ന എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി, ഒരു ചെറിയ അളവ് ആത്മവിശ്വാസമാണെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടിയ കുട്ടികൾക്കൊക്കെ അവർ നിൽക്കണം. ആ മാതാപിതാക്കളൊക്കെ നമ്മൾ നിൽക്കണം. പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യം അത് വളരെ മനഃശാസ്ത്രപരമായി, വളരെ കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ എല്ലാ കുട്ടികളെയും തള്ളിപ്പറഞ്ഞ് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തോടെ തള്ളിപ്പറയേണ്ടി വരും. ഇവർ തിരിച്ചു നമുക്ക് കൊണ്ടുവരണമല്ലോ, തിരിച്ചു നമുക്ക് കൊണ്ടുവരികയാണ്. ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ, ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ ഒരു വലിയ കുറ്റവാളിയെ സാമൂഹികതയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ കഥയെക്കുറിച്ച് സുൽമാഷ കഴിഞ്ഞ പ്രഭാഷണത്തിന് ഫേസ്ബുക്കിൽ കണ്ടു. പാവങ്ങളെ കുറിച്ച് ഒരു ലൈബ്രറിക്ക് അത് പ്രഭാഷണം നൽകിയ ജീൻഗാന്ധിന്റെ കഥ. അതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയൊരു എഴുത്തുകാരൻ അങ്ങനെ എഴുതിയുള്ളൂ. വളരെ ടച്ചിങ് ആയി ലോകത്ത് എല്ലാ മനുഷ്യർക്കും മനസ്സിലായി. 1000 പുസ്തകങ്ങളിൽ പറഞ്ഞ മനസ്സിലാവാത്ത കാര്യം പാവങ്ങളുടെ പുസ്തകം വായിച്ചപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്പയർ ചെയ്ത പുസ്തകമായിട്ട് പാവങ്ങൾ മാറിയിട്ടുണ്ട്. അത് നമ്മളിതൊക്കെ വായിക്കാൻ ഇതിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തും. നമ്മൾ വേണമെങ്കിൽ നാട്ടുകാരുടെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് ഇപ്പൊ അറിയാത്ത പുസ്തകമാണെങ്കിൽ തപ്പിപ്പിടിച്ച് വായിച്ചാൽ നല്ല ഗതികടിപ്പെട്ടു. ഞാൻ വായിക്കാത്ത പുസ്തകമാണ്. ഒരു തപ്പി ഇരുന്ന് രാത്രി മുഴുവൻ വായിച്ചില്ലെങ്കിൽ അവളെ കുറിച്ച് വായിച്ച് ഞാനും പോയി നടത്തിയത് പ്രഭാഷണം. പക്ഷെ ഈ ഇത്ര പ്രഭാഷണം കിടന്നിട്ട് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യമാണ്. ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ പ്രസംഗിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ അയൽവക്കത്തും നമ്മുടെ വാർഡിലും നമ്മുടെ ഗ്രാമത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ വളരെ പുരോഗമനമായി പറഞ്ഞിട്ട് അയൽപക്കത്തിന് കുട്ടി പറ്റിയപ്പോൾ അപ്പം നമ്മൾ തള്ളി പറഞ്ഞു. നേരത്തെ പറഞ്ഞാൽ അത് കണ്ടാണ് അവൻ്റെ അങ്ങനെയാണ് കേട്ടോ, അടക്കി പ്രദൂഷണം പറഞ്ഞു. അങ്ങനെയല്ല. നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം, അവരുടെ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കണം. തിരിച്ചുകൊണ്ട് ഇതൊരു ഫൈറ്റാണ്. ഈ ഫൈറ്റ് നമ്മൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. AKG മലമ്പനി ബാധിച്ച, കസ്തൂരി ബാധിച്ച പാവപ്പെട്ട മനുഷ്യരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ആരുമില്ലാത്ത ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളണ്ടിയർമാരെയൊക്കെ നിർമ്മിച്ചെന്ന് തോളത്തിട്ടും രോഗമെടുന്ന് എഴുതിയിട്ട് അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രതിസന്ധി നേരിട്ടതാണ്. ഇല്ലേ? സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലത്തിൽ ഒരു കവിത എഴുതാനോ പാട്ടുള്ള നേരത്ത് കവിത പാടിയും പാട്ടുപാടിയും പോലീസിനെ വെല്ലുവിളിച്ചും തെരുവില് നിരോധനം ലംഘിച്ച് സമരം ചെയ്തും കൊടിയേരി ബാലകൃഷ്ണനെപ്പോലുള്ളവർ സമരം ചെയ്തിട്ടുണ്ട്. അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇല്ലേ? സാക്ഷരതാ പ്രസ്ഥാനം നടന്നു. കൂലിപ്പണിക്ക് പോയിട്ട് തിരിച്ചു വന്ന് കർഷകർ അറിയാവുന്ന മനുഷ്യൻ ബസ് പറവൂർ സ്റ്റാൻഡിൽ നിന്ന് കോട്ടുപള്ളി ബസ് നിന്ന് വായിച്ചു വരാൻ പറ്റാത്ത ധാരാളം അമ്മമാരുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കൈതാരത്തൊക്കെ. അല്ലേ? പോണമെങ്കിൽ ആരെങ്കിലും കൂട്ട് വേണം, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. തിരിച്ചു വരുന്ന ബസ്സിന്റെ പേര് വായിക്കാൻ പറ്റില്ല. കോട്ടുപള്ളി വായിക്കാൻ പറ്റുമോ? എറണാകുളം, വൈപ്പിനൊന്നും അറിയാൻ പാടില്ല. എന്തോ പുതിയ അവരെ പഠിപ്പിച്ചല്ലോ. വൈപ്പിനെങ്ങനെ വായിക്കണേ, കോട്ടുപള്ളി എങ്ങനെ വായിക്കും? ആരാ പഠിപ്പിച്ചത്? ആരാണ്? സാധാരണ മനുഷ്യരെ പഠിപ്പിച്ച് അധ്യാപകരൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ പ്രീഡിഗ്രി വരെ പഠിച്ച നിർമ്മാണ തൊഴിലാളികളും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും കർഷക തൊഴിലാളിയൊക്കെ അക്ഷരം അറിയാവുന്നവരൊക്കെ പറയാം അന്നത്തെ ഉത്തരവാദിത്തം നിറവേറ്റിയേ. ഇന്നത്തെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആരും പറഞ്ഞു തരാതെ തന്നെ പൊളിച്ചവർക്ക് പ്രത്യേക സംഘടനാ തീരുമാനം എടുത്തിട്ട് ഇതുപോലെ യോഗം നടത്തി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രതിസന്ധി നേരിടലാണ്. ഇന്ന് ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തിനിടയിൽ ഉണ്ടാകുന്ന കാര്യം നമ്മൾ ചേർന്നമംഗലത്ത് കണ്ടു, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടു. വളരെ അക്രമാസക്തമായ ഇന്നൊരു തലമുറ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവർ ലഹരിക്ക് അടിമപ്പെട്ടാണ് പലതും ചെയ്യുന്നത്. ലഹരി ഉപയോഗിക്കുന്നു, ആരെയും കൂസാതെ നടക്കുന്നു, പരസ്പരമുള്ള ബഹുമാനം പോകുന്നു, ബന്ധങ്ങളുടെ വില അറിയാൻ പോകുന്നു, സാഹോദര്യമില്ലാതെ പോകുന്നു. ഏത് അക്രമ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു മാനസികതയിലേക്ക് അവർ വരുന്നെങ്കിൽ നമ്മൾ തന്നെ പ്രതിരോധം. നാളെ തൊട്ട് ചിലർ പറഞ്ഞു കേട്ടുണ്ട്, കൊച്ചുപിള്ളേരോട് മിണ്ടപ്പെട്ടോ അല്ലെങ്കിൽ പിച്ചാത്തിരിപ്പുണ്ടാവും, മാറിപ്പോയിപ്പോ. അങ്ങനെയാ
പണ്ട് മലമ്പരി വായിച്ച സമയത്ത് മലമ്പരിയാട്ടോ പിടിച്ച് മരിക്കും പോകണ്ടാട്ടോ അങ്ങനെയാണ് തീരുമാനിച്ചത്. അടിയന്തരാവസ്ഥയുണ്ട്, പോലീസ് പിടിച്ചുകൊണ്ട് പോകണ്ടാവും തീരുമാനിച്ചത്. അപ്പൊ ആ വർത്തമാനമൊക്കെ നമുക്ക് വലിയ വർത്തമാനമൊന്നുമല്ല. കൊച്ചുപിള്ളേരോട് എൻഗേജ് ചെയ്യാൻ പോകണ്ട, അവിടെ നല്ല പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഇടപെടാൻ പോകണ്ട, ആ കൊച്ചു പിള്ളേരാണ് പിച്ചാത്തേക്കിരിപ്പുണ്ട് അടുത്ത് കയറ്റുന്നുണ്ട്. ഇതിനൊക്കെ നേരിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ പേർക്ക് അങ്ങനെ രക്തസാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ നമ്മളാ. ഇത് വേറൊരു നാടിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമൊന്നുമല്ല. നമ്മളിതിന്റെ ഗുണഭോക്താക്കളാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുവട്ടങ്ങളും എല്ലാം ഈ മെച്ചപ്പെട്ട സ്വച്ഛന്തമായ സാഹോദര്യമുള്ള സമാധാനമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന പോരാട്ടം പോലെ നമുക്ക് കൂടി വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. മാറി നിന്ന് ചെയ്യേണ്ട കാര്യമല്ല. അത് ഇടപെടാൻ അയൽപക്കത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാർഡ് സഭയിൽ പോയിട്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാർഡിൽ എന്ത് സംഭവിക്കുന്നു, ഗ്രാമത്തിൽ സംഭവിക്കുന്നുള്ള നല്ല താല്പര്യവും നല്ല ഒരു ഇടപെടലും ഒക്കെ തന്നെ അതിനകത്ത് വേണം സംഭവം അല്ലേ. അതിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ വളരെ വലിയ വ്യക്തിവാദം രൂപപ്പെട്ടതിന്റെ വേറൊരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് അറിയുന്നില്ല, ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നില്ല. ഒരാൾ അടച്ചിരിക്കുന്ന മുറിയിൽ ഒരു വിദ്യാർത്ഥി മുറിയിലേക്ക് ആ വീട്ടിനകത്ത് ആൾ പോലും കയറി ചെല്ലില്ല. ആ വീട്ടിലെ കുടുംബാംഗം പോലും പ്ലസ് ടു പഠിക്കുന്ന മകന്റെ മുറിയിൽ എന്ത് സംഭവിക്കുന്നു ആ മുറിയിലേക്ക് കയറുന്നില്ല. ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കുന്നത് പണ്ട് ഞാൻ എന്റെ കുടുംബം എന്നായിരുന്നെങ്കിൽ ഇപ്പോ അതുപോലും ഇല്ല. ഞാൻ ഭാര്യ പോലും ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ഞാൻ ആയിട്ടുണ്ട്. കുട്ടികൾ വേറെയാണ്, കുട്ടികളുടെ അച്ഛനന്മാര് വേറെയാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. നമ്മളിവിടം വരെ എത്തിയതിൽ വളരെ വലിയ ഇടകലർന്ന ജീവിതത്തിലുണ്ടായിരുന്നു ഇല്ലേ. പരസ്പരം പങ്കുവെച്ചിട്ടൊക്കെ ഉണ്ട്. പലരും പറഞ്ഞു, ഞാൻ ഏതോ സിനിമയുടെ കഴിഞ്ഞ പറയണ്ടായിരുന്നു, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് കേട്ടില്ല ഒരു സിനിമ നടൻ ഇല്ലേ, ഒരു യുവനടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അപ്പോൾ വേറൊരു നടൻ തൊട്ട് ദിവസം തന്നെ നമ്മുടെ അയാളുടെ അച്ഛൻ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ് നമ്മുടെ നടൻ. അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യനോട് ഇല്ല സിനിമ ഫീൽഡിൽ എന്ന് പറഞ്ഞു. നല്ല പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു മനുഷ്യനുമില്ല സിനിമ ഫീൽഡിൽ മാത്രമല്ല, അങ്ങനെ ഈ ഇവിടെ യോഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിടയിലുമില്ല, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരിലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന, അല്ലെങ്കിൽ ഞാൻ സ്വയം രൂപപ്പെട്ടതാണ്. ഞാൻ അങ്ങനെയൊക്കെ കേട്ടോണ്ട് ചില ഫാമിലി തർക്കമൊക്കെ തീർക്കാൻ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയും, ഞാനുണ്ടല്ലോ സ്വയം പഠിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇരുന്നത്, ഞാൻ ഉണ്ടാക്കി. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ഓർമ്മക്കുറവിന്റെ ലക്ഷണമാണ്. പുറകോട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ എത്രയെത്ര സഹായഹസ്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നറിയാമോ ഇല്ലേ. വല്ലാതെ ക്ലാസ് മുറികളിൽ പ്രതിസന്ധിയിലായപ്പോ ഒന്ന് കൈപിടിച്ച് താഴെ തന്നൊരു അധ്യാപകനെ കാണാൻ പറ്റും ഇല്ലേ. അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൊതിച്ചോറിന്റെ പ്രശ്നം വന്നപ്പോ, ഒരു വിശപ്പിന്റെ പ്രശ്നം വന്നപ്പോ പകർത്ത് തന്നിട്ടുള്ള ഒരു കൂട്ടുകാരനെ കാണാൻ പറ്റും പുറകോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ. എത്രയോ വലിയ സൗഹൃദ ബന്ധങ്ങളിൽ സ്വന്തം അച്ഛനമ്മയെ പോലെ തന്നെ വീട്ടിൽ സൈക്കിൾ എടുക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ കയറുമ്പോൾ വാത്സല്യത്തോടു കൂടി പല പ്രതിസന്ധിയിൽ സഹായിച്ച വേറൊരു അച്ഛനമ്മേനെ കാണാൻ പറ്റും, കൂട്ടുകാരുടെ അച്ഛനമ്മ. ഇങ്ങനെ പുറകോട്ട് നോക്കി ധാരാളം പേരുണ്ട് അയൽപക്ക ബന്ധങ്ങളിൽ, സാഹോദര്യങ്ങളിൽ. പണ്ട് വിരുന്നാല് വരുമ്പോൾ ഈ വേലിയുടെ മുകളിലൂടെ അച്ചപ്പം വെള്ളപ്പൊക്കെ പറക്കണ എന്റെ മേടെ ഒരു നിലപടിയാണ് കാണാൻ അറിയാം. ഒരു വീട്ടിലൊരു വിരുന്നാരം വരാത്തല്ലേ ആ അയൽപക്ക വീടുകളിലൊക്കെ ഒരു വിരുന്നാരം തന്നെ പോലെ. അവിടെ പഞ്ചസാര ഇല്ലെങ്കിൽ വടക്കേ വേലിയുടെ മുകളിൽ നിന്ന് പഞ്ചസാര വരും, തെക്കേ വേലിയിൽ നിന്ന് പാല് വരും, ഇനി അല്ലെങ്കിൽ തേയില വരും, പാലില്ലാതാണെങ്കിൽ കട്ടഞ്ചായക്ക് വരും, കുഴലപ്പം പറന്നു വരും, അച്ചപ്പം പറന്നു വരും, ഒക്കെ പറന്നു വരും. അങ്ങനെയുള്ള സാഹോദര്യ ബന്ധങ്ങളായിരുന്നു അല്ലേ. ചില കേസുകളിൽ മകളെ കല്യാണം കഴിച്ച് അയക്കാനായിട്ട് ആധാരം ഇല്ലാണ്ട് വന്നപ്പോ ഒരു രക്തബന്ധമില്ലാത്ത കുടുംബം 5 സെന്റിന് ആധാരം എടുത്ത് കൊടുത്ത കേസുകളുണ്ട്. നമ്മുടെ ഈ പറവലുണ്ടല്ലോ അങ്ങനത്തെ കേസുകളൊക്കെ. അപ്പൊ എത്ര വലിയ ഹൃദയബന്ധങ്ങളിലൂടെയാണ്. അപ്പൊ അവിടെ വീട്ടിൽ കുട്ടിക്ക് ഉണ്ടാവുന്ന വീഴ്ച നമ്മുടെ വീഴ്ചയാണ്. ഇപ്പറുണ്ടാകും. പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാ വഴിവെട്ടാം? ആർക്കും വെട്ടാൻ പറ്റും. ഈ പരസ്പര ബന്ധങ്ങളുടെ സാഹോദര്യത്തിന്റെ ഇടകലർന്ന ജീവിതത്തിന്റെ ഒരു ഗുണമാണ് ഈ കേരള മോഡൽ എന്ന് പറഞ്ഞ് രൂപപ്പെട്ട. ഈ കേരള മോഡലിലെ മറ്റേത് ഉപരിഷ്കരണത്തിന്റെ പിന്നീട് ആധാരം കയ്യിലുണ്ടായതുകൊണ്ട് 5 സെന്റ് 10 സെന്റ് പണയം വെച്ച് വിദേശത്ത് പോകാൻ പറ്റിയതിന്റെ ചിലരൊക്കെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ഈ വിദേശത്ത് ഗൾഫ് മലയാളി ഉണ്ടാക്കിയതാണ് കേരളം, പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല. ഗൾഫ് മലയാളി എങ്ങനെ ഉണ്ടായേ ഇല്ല. വിസയ്ക്ക് 30,000 40,000 കൊടുത്തത് ഈ ഭൂപരിഷ്കരണത്തിലൂടെയൊക്കെ നേടിയെടുത്തുള്ള 10 സെന്റിന് ആധാരം കൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ്. അവിടെ പോയി 30,000 50,000 70 80 ലോൺ കിട്ടിയത് എങ്ങനെയാ? പിന്നെ പോയത് എങ്ങനെയാ? പോകാനുള്ള വിദ്യാഭ്യാസം, സാർവത്രികമായ വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാക്കിയതാണ്. വിദ്യാഭ്യാസം ഒരു ഘടകമാണല്ലോ പുറത്തേക്ക് ആളുകൾ പോണേല്ലോ. അങ്ങനെ കണക്റ്റഡാണ് ഇതെല്ലാം. അങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോ ഈ ഇടകലർന്ന സാമൂഹിക ജീവിതത്തിലുള്ള പ്രസക്തി കേരള മോഡൽ സൃഷ്ടിച്ചതിൽ അതിഗംഭീരം. അതെവിടെയൊക്കെ ഇടറിയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ്. അവിടെ വർഗീയത കടന്നു വരും, ഭയങ്കരമായിട്ട് വർഗീയത കടന്നു വരും. അവിടെ ഈ പറഞ്ഞ മയക്കൂറിനുള്ള വിപത്തുകൾ കടന്നു വരും. അപ്പൊ നമ്മള്
നമ്മുടെ പൊളിറ്റിക്സ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ആ സാഹോദര്യത്തെ, ആ മതനിരപേക്ഷതയെ, ആ കൂട്ടായിട്ടുള്ള ഒത്തുചേരലുകളെ തിരിച്ചുപിടിക്കാന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഈ വിപത്തിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റണം. സർക്കാർ അതിഗംഭീരമായിട്ടുണ്ട്, അതിന്റെ മറുവശത്തുണ്ട് നിയമപരമായി പാലിക്കേണ്ടത്. കുറ്റവാളികളെ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ടിലും നടിക്കാൻ പാടില്ല. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഇപ്പോഴുള്ള ഓപ്പറേഷൻ ടീം ആവട്ടെ, അത് പലപ്പോഴും അതിന് രാഷ്ട്രീയ ജാഗ്രത വേണം. പഞ്ചായത്തിന് രാഷ്ട്രീയ ജാഗ്രത വേണം, പഞ്ചായത്ത് പ്രസിഡന്റ് വേണം, പഞ്ചായത്ത് മെമ്പർമാർക്ക് വേണം, രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണം. അത് അവിടെ ഒതുക്കി കളയാം, നമുക്ക് വേണ്ടപ്പെട്ടൊരു കേസാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ഇറക്കി കളയാം അവിടെ പോയിട്ട്. അങ്ങനെ പോകേണ്ടതില്ല. നമ്മളിതൊരു വലിയ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു മയക്കുമരുന്നുകാരനെയും പോലീസ് സ്റ്റേഷൻ നമ്മൾ ഇറങ്ങിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. തിരുത്തണം ഉദ്ദേശിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നാൽ കൗൺസിലിംഗ് കൊടുക്കാം, ഡീഹൈഡ്രേറ്റഡ് പോകാം. അതിന്റെ സർക്കാർ വേറൊരു സിനിമ തന്നെ നമ്മള് വളരെ എക്സെൻട്രിക് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമ തന്നെ ഉണ്ടല്ലോ, അയാളെ ഡീഹൈഡ്രേറ്റ് സെന്ററിൽ കൊണ്ടാക്കിയൊക്കെ സർക്കാരിന്റെ രക്ഷകർത്തത്തിൽ കൊണ്ടാക്കിയൊക്കെ. അതിന് മനോഹരമായിട്ട് സർക്കാർ എന്താ ചെയ്യാം? എല്ലാ ദിവസവും പോകുന്നുണ്ട് ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ ജോ ജോസഫിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരാണിപ്പോ എറണാകുളം ജില്ലയിലെ ഈ വിമുക്തി ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതിന്റെ തല അവരാണ്. ഡോക്ടർ പേരിപ്പോ കിട്ടുന്നില്ല. ചെന്നൈയിൽ നമ്മൾ അവരെ കൊണ്ടൊരു ക്ലാസ് നടത്തിയപ്പോൾ ചിറ്റാറ്റൂർ പഞ്ചായത്തിൽ വരുന്ന 30-ാം തീയതി അവരുടെ ക്ലാസ്സാണ്. കൊടുള്ളി പഞ്ചായത്തിൽ ക്ലാസ് വെക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വളരെ മനോഹരമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയൊരു തലത്തിൽ ഇതുകൊണ്ട് പറയുന്നത്. ഈ അമ്മമാരെ അനുഭവിക്കുന്ന എന്താണ്? കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയത്. അച്ഛൻ അനുഭവിക്കുന്ന എന്താണ്? സഹോദരി അനുഭവിക്കുന്നതാണ്. ലഹരിക്ക് അടിമപ്പെട്ട അക്രമാസക്തനായ ഒരു ആൺകുട്ടിയുടെ സഹോദരിയുടെ പൊസിഷനും രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്നു. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നമുക്കൊരു അതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? മാനസികമായി അവരോടുള്ള ഇടപെടലേണ്ടത് എങ്ങനെയായിരിക്കണം? നമ്മളെങ്ങനെ അത് കൈകാര്യം ചെയ്യണം? വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് അവരെടുക്കുന്നുണ്ട്. വളരെ ഗുണപ്രദമാണ്. അതിപ്പോൾ 30-ാം തീയതി നമ്മൾ ചിറ്റാറ്റൂർ പാർട്ടി ഇടപെട്ടാണ്. ഇത് പാർട്ടി തന്നെ ചെയ്യണം. ഇന്നും മാറി നിൽക്കുന്ന ഒരു രീതിയൊന്നുമില്ല. അതിൽ പഞ്ചായത്തിന്റെ വേർതിരിവ്, പാർട്ടിയുടെ വേർതിരിവ്, ഗവൺമെന്റ് ഒന്നുമില്ല. ഇതിന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ സാമൂഹിക യുഗത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അടിച്ചൊതുക്കാൻ, ഏത് വാക്കുകളെങ്കിലും ഉപയോഗിച്ചു അടിച്ചൊതുക്കാൻ, പ്രതിരോധിക്കാൻ, ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് നമ്മളിൽ വിശ്വസിക്കാവുന്നവരുണ്ടാവാം, വേറെ രാഷ്ട്രീയം പിൻപറ്റുന്നവരുണ്ടാവാം, ഇടതുപക്ഷത്തോട് വിരോധമുള്ളവരുണ്ടാവാം. പക്ഷെ അവരുൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമായ ഒരു തണൽവര ഉണ്ടെങ്കിൽ അത് ഈ CPM-ന്റെ തണൽവര. ഒരു ഉറപ്പാൻ വേണ്ട, നമുക്ക് സാധിക്കും. അത് നല്ലവണ്ണം ഇപ്പൊ കേരളത്തിൽ നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ ഫലപ്രദമായിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം വളരെ ഫലപ്രദമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ മാതൃകമാരമായി കോട്ടവള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി കുറേയധികം പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ലോക്കൽ കമ്മിറ്റി ഭംഗിയായി കുറേയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഒക്കെ തന്നെ എല്ലാവർക്കും കൂടാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുടുംബ സംഗമത്തിന് വന്നപ്പോൾ അവിടെ ആ വാർഡിൽ തന്നെയുള്ള ആളുകളുടെ ഓണക്കളി, പഴയകാല പ്രവർത്തകർ ആദരിക്കല്, നല്ല കലാസാംസ്കാരിക പ്രവർത്തന അവാർഡിന്റെ ആളുകൾ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രോത്സാഹിപ്പിക്കുക, കയ്യടിക്കുക എന്നൊക്കെ പറഞ്ഞ് മലയാളി മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു പ്രസംഗം കേട്ടാലും കയ്യടിക്കില്ല. ഇപ്പോൾ അറിവ് സുല്ലമാഷിനെ കയ്യടി കിട്ടും. വെച്ചാൽ ഒരു വേറെ റേഞ്ചിലുള്ള പ്രസംഗങ്ങളായതുകൊണ്ട് ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു പോകും. പക്ഷെ നല്ലൊരു കലാപ്രകടനം കണ്ടു സ്റ്റേജിൽ കുട്ടിയുടെ കഷ്ടപ്പെട്ട് കുറെ കുട്ടികളൊക്കെ പരിപാടി. ഞാനിപ്പോൾ ഇറങ്ങിന് പോയി കുടുംബശ്രീയുടെ ദിവസം, നല്ല നിലവാരമുണ്ട്. അപ്പോൾ സ്ത്രീകൾ തന്നെ കൈയടിക്കണില്ല. നല്ലൊരു പരിപാടിയാണ്. വേറെ ഉദാസീനത അങ്ങനെ കൈയടിച്ച് അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, ബന്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല. അപ്പൊ അത് നമ്മൾ തുറന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? നമ്മൾ തുറന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഈ അംഗീകാരങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഒരാളുണ്ടായിരുന്നു നമ്മളങ്ങനെ എല്ലാ വേദിയിലും ഒന്ന് പിന്നെ കൂവിക്കണം. പക്ഷെ സംഘാടകനായി മാറി കഴിഞ്ഞപ്പോൾ കൂല് നിന്ന്. സംഘാടകനായി മാറുന്നതോടുകൂടി ഈ ചെറുപ്പക്കാരന്റെ കൂല് കഴിഞ്ഞു. ഒരു കട്ട മുക്കിയാൽ മതി, കൂലായിരുന്നു. നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. ഉൾക്കൊണ്ടാണ്ട് അകത്ത് നിർത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. മടി, പ്രോത്സാഹിപ്പിക്കാൻ മടി, കൈയടിക്കാൻ മടി, വ്യക്തിവാദത്തിന്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളാണ്. പാലിക്കാൻ നമുക്ക് വളരെ കൂട്ടായ്മയിൽ വളരെ ഭംഗിയായി ചെറുപ്പക്കാർക്ക് എന്താണ് ഈ ലഹരിയുടെ നീലാകാശത്തിൽ കിടന്ന് നഷ്ടപ്പെടുന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നത് എല്ലാം നഷ്ടപ്പെടണം, അവരെ ബോധ്യപ്പെടുത്തണം. വളരെ സഹിഷ്ണുതയോടുകൂടി അവരായിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കണം. മാറ്റി നിർത്താതെ ഏട്ടാവഴുകി കൂട്ടിച്ചേർത്ത് നിർത്തി പങ്കാളികളാക്കി നാട്ടുപുറത്തെ DYFI യൂണിറ്റുകൾ, പണ്ട് ഉണ്ടായിരുന്ന കൂട്ടായ്മകൾ, ഗ്രാമോത്സവങ്ങൾ, ഇവിടെ ഒന്നും അവരില്ലാണ്ടായി കഴിയുമ്പോൾ, കളിമൈതാനങ്ങളിൽ ഇല്ലാണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവർ ഈ അക്രമാസക്തിയിലാണ് പോവുക. ഇപ്പോൾ സിനിമയ്ക്കൊക്കെ കണ്ട് അഡിക്റ്റ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടപ്പോൾ മരം കട്ട് ചെയ്യാൻ ട്രീ കട്ടർ സാധാരണ ഉപയോഗിക്കുക അല്ലെ, മരം മുറിക്കാൻ. എന്നാലൊരു സിനിമ OTT പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ കാലും കൈയും മുറിക്കുക ട്രീ കട്ടർ. നിങ്ങൾ കണ്ടിരുന്നോ സിനിമ? ഒരു വലിയ മാർക്കോ പറഞ്ഞ ഫിലിമാണ് മാർക്കോ. കണ്ടിരുന്നോ? മാർക്കോ കണ്ടിരുന്നോ ആരെങ്കിലും? മാർക്കോ സിനിമയിൽ
വളരെ കയ്യടിക്കുന്ന ആൾക്കാരെ ഒരു റിവെഞ്ച് എന്ന് പോലും പറയാൻ പറ്റില്ല. രണ്ട് റൈവലറി ഗ്രൂപ്പ്സിൽ രണ്ടും ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആണ്, മാഫിയ സംഘങ്ങളാണ്. അതിലൊരു മാഫിയ സംഘം വേറൊരു മാഫിയ സംഘത്തെ കാല് മുറിക്കുന്നത് ട്രീ കട്ടർ വെച്ച് മുറിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ അക്രമാസക്തി അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമല്ല സമൂഹം ഉത്പാദിപ്പിക്കുന്ന എല്ലാത്തിനും ഉണ്ടാവും. നമുക്ക് നല്ല രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി അതിനെ ചെറുക്കാൻ, അതിന് നല്ലവണ്ണം ഇന്ന് കേരളത്തെ ബാധിച്ചിട്ടുള്ള, നമ്മുടെ ഈ പ്രദേശത്തെ മറവൂരിനെ ബാധിച്ചിട്ടുള്ള ഈ ലഹരിയുടെ പതാകവാഹകരുണ്ടല്ലോ, അത് നല്ലവണ്ണം അവസാനിപ്പിക്കാൻ, നിർത്തിക്കാൻ, അത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന ശക്തമായ കരുത്തുള്ളൊരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മൾ ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ ഈ മെയ് മാസവും ജൂൺ മാസമായി നമ്മൾ പറവൂർ ഏരിയ കമ്മിറ്റി നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഫലപ്രദമായ ക്യാമ്പയിനുകളും അവബോധങ്ങളും അതുപോലെ തന്നെ വിമുക്തി പോലുള്ള ക്യാമ്പയിനുകളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എവിടെ വിളിക്കണം എന്നുള്ള കാര്യമൊക്കെ ബൈഹാർട്ടായിട്ട് ഇപ്പോൾ ഫോൺ നമ്പറുകളൊക്കെ സർക്കാർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരോട് ചേർന്നുകൊണ്ട്, പഞ്ചായത്തിനോട് ചേർന്നുകൊണ്ട്, പൊതുപ്രസ്ഥാനങ്ങളോട് ചേർന്നുകൊണ്ട്, പുരോഗമന രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഉത്തരവാദിത്തം ഇന്നലകളിൽ ഇങ്ങനെ 100,000 പ്രതിസന്ധികൾ മറികടന്നിട്ടുള്ള, സമൂഹത്തിന് വെളിച്ചമായി നിന്നിട്ടുള്ള, ഇരുട്ടിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നാളെ നയിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്, പ്രത്യേകിച്ച് അതിന്റെ കൊട്ടുവള്ളിയിലെ പാർട്ടിക്ക് അത് ഫലപ്രദമായി സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതിവിടെ നിർത്താതെ ഇതിന്റെ വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ, ആ ജാഗ്രതാ സമിതികളിൽ വളണ്ടിയർ സേന ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നേറ്റം നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കബളിപ്പിക്കൽ നടന്ന് അങ്ങനെ ലഹരി വ്യാപിപ്പിക്കുന്ന ഒരു സംഘം ശക്തി പ്രാപിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തളർത്തുക തന്നെ വേണം, തകർക്കുക തന്നെ വേണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള ഒരു പ്രതിരോധ സേന രൂപീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കൊട്ടുവള്ളിയിലെ ജനങ്ങൾക്കൊപ്പം, കൊട്ടുവള്ളിയിലെ പൊതുപ്രസ്ഥാനത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി തന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.